പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. നിങ്ങളോടൊപ്പം ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലെ നല്ല അനുഭവങ്ങളും ഓർമ്മക്കുറിപ്പുകളുമായി സമയം ചിലവഴിക്കുന്നതിന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോർജ് വർഗീസ് അവറുകളാണ്. പ്രിയ കർത്താവിന്റെ ദാസൻ തന്റെ ജീവിതത്തിലെ നല്ല അനുഭവങ്ങളും ഓർമ്മക്കുറിപ്പുകളും നമ്മോടൊപ്പം പങ്കുവയ്ക്കുമ്പോൾ അത് നമുക്ക് ഏവർക്കും വലിയ അനുഗ്രഹമായി തീരേണ്ടതിന് ശ്രദ്ധയോട് പ്രാർത്ഥനയോട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ നമുക്ക് കാണാം, കേൾക്കാം. പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോർജ് വർഗീസ് അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് അങ്കിളെ. പ്രൈസ് ലോർഡ്. എൻ്റെ പേര് ജോർജ് വർഗീസ്. ഇങ്ങനെ ഈ അരോമ ടിവിയിലേക്ക് എന്നെ ക്ഷണിച്ച കർത്താവിൻ്റെ ദാസനും അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ദൈവം കർത്താവ് എൻ്റെ ജീവിതത്തിൽ നൽകിയതിനാൽ ഞാൻ ദൈവത്തെ നന്ദിയോടെ ആദ്യമായി സ്തുതിക്കുകയാണ്. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ആഗ്രഹിച്ചതല്ല, എന്നാൽ ദൈവം പെട്ടെന്ന് ഇങ്ങനെ ഒരു സന്ദർഭം കർത്താവിൻ്റെ ദാസന്റെ ശുശ്രൂഷ കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ താല്പര്യം തോന്നി. അതുകൊണ്ട് ഞാൻ വിളിക്കുകയും ഇതിലേക്ക് ആഗ്രഹിച്ച് കടന്നു വരികയും ചെയ്തിരിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ അനേക അനുഭവങ്ങൾ പങ്കിടുവാൻ എനിക്ക് സന്തോഷമുണ്ട്. കേൾക്കുന്ന എല്ലാവരും ആദ്യമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് എന്നെ ദൈവം ഇങ്ങനെ എത്രത്തോളം അത്ഭുതമായി നടത്തിയ വഴികളെ ഞാൻ ഒന്നുതൊട്ട് ആരംഭിക്കുകയാണ്. ആദ്യമായി എൻ്റെ മാതാപിതാക്കളെ കുറിച്ചൊന്ന് ചുരുക്കമായി പറഞ്ഞ് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ തുടക്കം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ നിർത്തുവാനാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ പേര് ജോർജ് വർഗീസ്. എൻ്റെ ഭാര്യയുടെ പേര് ഗ്രേസി ജോർജ്. ഞങ്ങൾ അമേരിക്കയിൽ ടെക്സാസ് പട്ടണത്തിൽ ഡാളസ് എന്ന് പറയുന്ന ലേക്ക് ഡാളസ് എന്ന പട്ടണത്തിൽ താമസിക്കുന്നു. എൻ്റെ പിതാവിൻ്റെ പേര് വർക്കി വർഗീസ്. അദ്ദേഹം ഒരു പോലീസ് ഇൻസ്പെക്ടർ ആയിരുന്നു. മാതാവ് അന്നമ്മ ഐസക് ഒരു ടീച്ചറായിരുന്നു. ഞങ്ങൾ നാട്ടിൽ കൊല്ലത്തെന്ന സ്ഥലത്താണ് താമസിച്ചിരുന്നത്. ഞാൻ ഭവനത്തിലെ മൂത്ത പൈതലായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ അനുഭവം പറഞ്ഞിട്ട് മാത്രമേ എനിക്ക് മുൻപോട്ട് പോകുവാൻ സാധ്യമുള്ളൂ. കാരണം എൻ്റെ മാതാവ് ഞാൻ ജനിക്കുന്നതിന് മുമ്പേ കർത്താവിന് വേണ്ടി നേരുകയും ഒരു സുവിശേഷകനായി നേരുകയും ചെയ്തു. ഞങ്ങൾ ഓർത്തഡോക്സ്, എൻ്റെ മാതാവ് ഒരു ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ടതും എൻ്റെ പിതാവ് അന്ത്യോക്യ പാത്രിക്കീസ് ഗ്രൂപ്പിൽപ്പെട്ട വടക്കം പറവിൽ ഉള്ള ഒരു ആയിരുന്നു. എൻ്റെ പിതാവ് വളരെ ഒരു പുരോഹിതനാക്കണമെന്ന് ആഗ്രഹിച്ചു. എൻ്റെ മാതാവ് ഒരു ഇവാഞ്ചലിസ്റ്റായി എന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ നേർന്നു. എൻ്റെ മാതാവ് കല്ലിശ്ശേരി പാറയിലെ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ താൻ എന്നും ഉച്ചയ്ക്ക് തൻ്റെ ലഞ്ച് സമയത്ത് പാറയിൽ അടുത്ത് ഭക്തൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ ആ ബൈത്തോമിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുവാനിടയായി. ആ പ്രാർത്ഥന എൻ്റെ അമ്മച്ചിയെ ഒരു വിശ്വാസത്തിലേക്ക്, രക്ഷയിലേക്ക്, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ തക്കവണ്ണം ഇടയായി. തൻ്റെ വിവാഹത്തിന് മുന്നമേ തന്നെ താൻ തീരുമാനിച്ചു ഈ നല്ല കർത്താവിനെ തൻ്റെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ഭാവിയിൽ കർത്താവിന് വേണ്ടി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു. അമ്മച്ചി ടീച്ചറായിട്ട് ഇങ്ങനെ തുടരുമ്പോൾ എൻ്റെ അമ്മച്ചിയും അപ്പച്ചനും അവരുടെ വിവാഹം നടന്നു. ചെങ്ങന്നൂര് എൻ്റെ ഒരു മാവിയിൽ കൂടിയാണ് വിവാഹം നടക്കുവാനിടയായത്. എൻ്റെ പിതാവ് കൊല്ലത്ത് അവിടുത്തെ DSP ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനായിരിക്കുമ്പോഴായിരുന്നു വിവാഹം നടന്നത്. എൻ്റെ അമ്മച്ചി
അവർ ആഗ്രഹിച്ചു. 3 വർഷക്കാലം ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചു. എന്നാൽ 3 വർഷം അവർ നേർച്ചകൾ നേർന്നു. പല പള്ളികളിലും, അതേ പുതുപ്പള്ളിയിലും അതുപോലെ പല പള്ളികളിൽ പോയി നേർച്ച നേർന്നു ഒരു കുഞ്ഞിന് വേണ്ടി. എന്നാൽ 3 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അതേ അമ്മച്ചിക്ക് വയറ്റിൽ ജനിക്കുവാനിടയായി. എന്നാൽ ജനിച്ച 6-ാം മാസത്തിൽ ഞാൻ 6-ാമത്തെ 25-ാമത്തെ വീക്കിൽ എന്നെ പ്രസവിച്ചുവെങ്കിലും ആ പ്രസവിച്ചപ്പോൾ തന്നെ ഒരു ചാവുള്ള പോലെ ജീവനില്ലാത്ത ഒരു പൈതലായിട്ട് ജനിക്കുവാനിടയായി. ഞാൻ മൂത്ത പൈതലാണ്. എൻ്റെ മാതാവ് വളരെ വേദനയോടെ പിതാവിന് ടെലഗ്രാം അടിച്ചു. സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന് തിരിക്കുക, നമുക്കൊരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്, അതിനെ അടക്കണം എന്നുള്ള ഒരു വാക്കായിരുന്നു താൻ ടെലഗ്രാമിൽ കൊടുത്തിരുന്നത്. എൻ്റെ പിതാവ് അന്ന് ട്രെയിനോ ബസ്സോ ഒന്നുമില്ല, വളരെ ബോട്ടിൽ യാത്ര ചെയ്ത് വരികയായിരുന്നു. എൻ്റെ മാതാവാണെങ്കിൽ വളരെ പ്രാർത്ഥന താല്പര്യത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു മാതാവായിരുന്നു. ആ ഒരു പഞ്ഞിക്കൂട്ടിൽ ആദ്യം കിടത്തിയിരുന്നു. ആ പഞ്ഞിക്കൂട്ടിൽ എൻ്റെ മാതാവ് വിശ്വാസത്തോടെ എൻ്റെ ജീവനില്ലാത്ത ശരീരം എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് അതേ ഒരു വാക്ക് 2 വാക്ക് പ്രാർത്ഥിച്ചു. മിഡ് വൈപ്പ്, അന്ന് നമ്മുടെ നാട്ടിലൊക്കെ അതേ മിഡ് വൈപ്പുകൾ അല്ലെങ്കിൽ വയറ്റാട്ടികളാണല്ലോ കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ സഹായിക്കുന്നത്. അവരും നോക്കി നിൽക്കുന്ന ഒരു ഹിന്ദു സഹോദരി ആയിരുന്നു. എൻ്റെ മാതാവ് കൈവച്ചിട്ട് പറഞ്ഞു, കർത്താവേ, ഈ കുഞ്ഞിനെ എനിക്ക് ജീവനോടെ തരികയാണെങ്കിൽ അവിടത്തേക്ക് വേണ്ടി ഞാൻ നേരുന്നു എന്ന് കണ്ണീരോടെ ദൈവസ്ഥല കരഞ്ഞു. എൻ്റെ വല്യമ്മച്ചി നോക്കി നിൽക്കുന്നു. എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ കാലുകൾ അനങ്ങി, എൻ്റെ കൈകൾ അനങ്ങി. ഞാൻ പതുക്കെ ചെറുതായിട്ട് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ അമ്മച്ചി ഉറക്കെ സ്തോത്രം പറഞ്ഞു, ഹല്ലേലൂയ പറഞ്ഞു. ആ നിമിഷം എൻ്റെ അമ്മച്ചി എപ്പോഴും എന്നോട് ഇങ്ങനെ പറഞ്ഞു ഓർപ്പിക്കുമായിരുന്നു. ഞാൻ തുടർന്ന് വളർന്നു വരുന്ന ഓരോ ദിവസവും ഓരോ വർഷവും, മോനെ, ഞാൻ നിന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് പിടിച്ചു വാങ്ങി മരിച്ച ഒരു വ്യക്തിയായിരുന്നു. ദൈവം എനിക്ക് തിരിച്ചു തന്നതാണ്, നിന്നെ ജീവനോടെ നൽകിയതാണ്, നീ കർത്താവിന് വേണ്ടിയുള്ളവനാണെന്ന് പറയും. ഞാൻ അത് വളരെ ഭയത്തോടെ ആ കാര്യം ഞാൻ ഏറ്റെടുത്തു. ഞങ്ങൾ 4 ആണുങ്ങളും ഒരു പെണ്ണുമാണ്. എൻ്റെ അനിയന്മാരെല്ലാവരും ഓരോരുത്തരായിട്ട് ജനിച്ചു. എല്ലാവരും ഞങ്ങള് പഠിത്തത്തിലൊക്കെയും വളരെ 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 നല്ല വിധത്തിൽ പഠിക്കുന്നവരായിരുന്നു. മാത്രമല്ല, എൻ്റെ പിതാവായിരുന്നെങ്കിൽ സബ് ഇൻസ്പെക്ടർ ആയിരുന്നെങ്കിൽ കൂടെ അദ്ദേഹം ഒരു കൈക്കൂലി വാങ്ങിക്കുകയോ മദ്യപിക്കുകയോ വലിക്കുകയോ ഒന്നും ചെയ്യാത്ത വളരെ റിലീജിയസ് ആയ ഒരു സമുദായത്തിൽ ഭക്തനായി ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഞങ്ങളെ വിടുന്ന 2 സ്ഥലത്ത് മാത്രം, ഒന്നിൽ പള്ളിയിൽ അല്ലെങ്കിൽ പെയ്ത്തോമിൽ സൺഡേ സ്കൂളിൽ ഞങ്ങളുടെ ചെറുപ്രായത്തിൽ തന്നെ കൊല്ലത്ത് ഞങ്ങൾ താമസിക്കുമ്പോൾ എൻ്റെ പിതാവ് അവിടുത്തെ അടുത്ത പെയ്ത്തോമിൽ AG ചർച്ചാണ്. അവിടേക്ക് എന്നെയും എൻ്റെ 2 സഹോദരങ്ങളെ ഞങ്ങൾ 3 പേരെയും കൂടെ കൂട്ടി ഇങ്ങനെ പറഞ്ഞു വിടും. ഞങ്ങൾ അവിടെ പോയി സൺഡേ സ്കൂൾ പഠിച്ച് അവിടെ ക്ലാസ് കഴിയുമ്പോൾ എൻ്റെ പിതാവും മാതാവും കടന്നു വന്നിട്ട് ഞങ്ങളെ അവിടെ വന്ന് ഞങ്ങളുടെ അവിടുത്തെ ഏരിയ, അവിടെ കാടമുക്ക് എന്ന് പറയും കൊല്ലത്ത്, അവിടുത്തെ തിരുമേനിയുടെ ഒരു ചാപ്പലുണ്ട്. ആ ചാപ്പലിലേക്ക് ഞങ്ങളെ കുർബാന കാണാനായിട്ട് കൊണ്ടുപോകും. ആരാധന കഴിഞ്ഞ് വീട്ടിൽ വരും, ഭക്ഷണം കഴിച്ച് വീണ്ടും ഞങ്ങളെ ചർച്ചിലെ ഞങ്ങളുടെ പള്ളിയിലെ സൺഡേ സ്കൂളിലേക്ക് വിടും. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ജീവിതചര്യ. ഒരു ദൈവമില്ലാത്ത ഒരു സ്ഥലത്ത് പോകുവാനോ ഒരു സിനിമ കാണുവാനോ ഒരു മറ്റെന്തെങ്കിലും ഒരു കാഴ്ചകൾ കാണുവാനോ ഞങ്ങളെ വിട്ടിരുന്നില്ല. വളരെ അച്ചടക്കത്തോടെ ഞങ്ങളെ വളർത്തിക്കൊണ്ടുവന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ SSLC 14-ാമത്തെ വയസ്സിൽ തന്നെ SSLC പാസ്സായി. മറ്റേ എൻ്റെ അനിയന്മാരും ഒക്കെയും പുറകിൽ പഠിച്ചു വരുന്നിരുന്നു. ഞാൻ 15-ാമത്തെ വയസ്സിൽ കൊല്ലം ഫാത്തിമ കോളേജിൽ പഠിക്കുവാനായിട്ട് ആരംഭിച്ചു. 2 വർഷം ഞാൻ അവിടെ പഠിച്ചു. 2ാമത്തെ വർഷമായപ്പോൾ ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനിടയായി. എൻ്റെ കൂട്ടുകെട്ടും എൻ്റെ മറ്റ് രാഷ്ട്രീയമായ ചില കാര്യങ്ങളും എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുവാനിടയായി. അപ്പോഴൊക്കെ എൻ്റെ മാതാവ് മുട്ടിന്മേലിരുന്ന് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കർത്താവേ, അവനെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ ഒരിക്കലും ഇടയാകല്ലേ. ഞങ്ങൾ കളിക്കാരായിരുന്നു, ഞാനും എൻ്റെ അനിയനൊക്കെ. എൻ്റെ അനിയൻ ഇപ്പോൾ DSP ആയിട്ട് അദ്ദേഹം പെൻഷനായി വീട്ടിൽ കഴിയുന്നു. അദ്ദേഹവും ഞങ്ങളെല്ലാം വളരെ കളിക്കാരായിരുന്നു, ഫുട്ബോൾ കളിക്കാരായിരുന്നു. ഞങ്ങൾ അല്ലാതെ മറ്റൊരു ദൂഷ്യവും ഞങ്ങൾക്ക് മറ്റു കൂട്ടുകെട്ടോ ഒന്നുമില്ലായിരുന്നു. അപ്പച്ചൻ്റെ ഈ കർശനമായ കാര്യം കാരണം
എനിക്ക് വളരെ പ്രയാസം തോന്നി, ദേഷ്യം തോന്നി. ഞാൻ വളരെ അപ്പച്ചനോട് അനുകൂലിക്കാത്ത അവസ്ഥയിലേക്ക് മാറി. എന്നാൽ അമ്മച്ചി അപ്പോഴും കൺട്രോൾ ചെയ്യും, കാര്യങ്ങൾ സംസാരിക്കും. അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ഒരു ദിവസം എനിക്ക് അപ്പച്ചന്റെ അപ്പച്ചൻ ഇങ്ങനെ ഡ്യൂട്ടിക്ക് പോയിട്ട് വന്നാൽ ഉടനെ ഞങ്ങളെ എന്തെങ്കിലും ഒരു ചെറിയ കുറ്റം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കർശനമായിട്ട് ഞാനൊഴികെ, ഞാൻ ഒരു രോഗിയാണെന്ന്, അത് കടിഞ്ഞൂല് വെറ്റവനാണ്, നേരത്തെ ജനിച്ചവനാണെന്നുള്ള ഒരു ഭയം കാരണം തൊട്ടാൽ എന്നെ അടിച്ചാൽ ഞാൻ മരിച്ചു പോകുമെന്നുള്ള പേടിയിൽ എന്നെ മാത്രം അടിക്കത്തില്ല, മറ്റുള്ളവരെയൊക്കെയും വളരെ കർശനമായിട്ട് അടിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് വളരെ വേദന തോന്നി. എനിക്ക് ആ ശിക്ഷയോട് എനിക്ക് അപ്പച്ചനൊരു പോലീസുകാരനോട് ഇടപെടുന്ന പോലെയാണ് ഞങ്ങളോട്, മക്കളോട് കർശനമായ ഒരു ശിക്ഷണമായിരുന്നു ഞങ്ങൾക്ക് നൽകിയത്. ഞാൻ അമ്മച്ചി ഒരു ദിവസം ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ഞാൻ ഒരു ദിവസം തീരുമാനിച്ച് ഈ വീട് വിട്ടങ്ങ് പോകണം എന്ന് വിചാരിച്ചു. അവിടുത്തെ ഉപദേശിയുടെ അടുക്ക പോയി കുറച്ച് പൈസയും വാങ്ങിച്ചിട്ട് ഞാൻ അവിടുത്തെ ഏജിയിലെ ഒരു പി.ഒ. ചെറിയാച്ചാൻ എന്ന് പറയും, അദ്ദേഹം എന്റെ ജീവിത പര്യന്തം എന്റെ ഒരു പിതാവ് പോലെ എന്നെ പിന്നീട് എന്നെ സഹായിച്ച അദ്ദേഹമാണ്. അദ്ദേഹത്തിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഞാൻ നാട് വിട്ടു. നാട് വിടുക എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ യാത്ര ചെയ്തു. എന്റെ പിതാവിനും മാതാവിനും വളരെ വ്യസനമായി. ഞാൻ അങ്ങനെ 25 പ്രാവശ്യം എന്റെ ഭവനത്തിൽ നിന്ന് പലപ്പോഴായിട്ട് വീട് വിട്ട് ഇറങ്ങിപ്പോയാറുണ്ട്. എന്റെ പിതാവിന്റെ ആ കർശനമായ ശിക്ഷണം എന്നെ വളരെയേറെ വേദനിപ്പിച്ചു. എനിക്ക് സ്വയാനൊരു സ്വാതന്ത്ര്യശീലനായിരുന്നു. അതോടൊപ്പം മാത്രമല്ല, എന്നെ ഒരു മഹാരോഗത്തിലേക്ക് അതിലേക്ക് നയിച്ചു. ഒരു ആസ്മ രോഗിയായി തീർന്നു. ആസ്മ രോഗിയായി തീർന്നപ്പോൾ എനിക്ക് വളരെ വേദന. ഇടയ്ക്കിടയ്ക്ക് ഞാൻ തന്നെ കുത്തിവെക്കും, എൻ്റെ അരിയന്മാരെ കൊണ്ട് കുത്തിവെപ്പിക്കും. ആശുപത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് പോയി എടുക്കും. ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് ഞാൻ ജീവിതം മുൻപോട്ട് പോയി. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ യാത്ര തിരിച്ച് കോയമ്പത്തൂർ അഗ്രികൾച്ചർ എന്ന് പറയുന്ന കോളേജിൽ ഒരു ജോലി തേടി അവിടെ എത്തി. അവിടെ ജോലി തന്നു. അവിടുത്തെ ക്യാൻറ്റീനിലെ ഒരു ജോലിക്കാരനായി ഞാൻ കുറച്ചു നാൾ ജോലി ചെയ്തു. അവിടെയും എൻ്റെ ഹൃദയത്തോട് വലിയൊരു ഒരു 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 ചോദ്യം, നിന്നെ ഇതിനാണോ നിന്റെ മാതാവ് കരഞ്ഞ് പ്രസവിച്ച് ചോദിച്ചു വാങ്ങി? ആ ചോദ്യം എൻ്റെ ഹൃദയത്തോട് ഇങ്ങനെ രാത്രികാലങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരുന്നു. ഞാൻ തിരിച്ചിങ്ങി വീട്ടിൽ വരും, പിന്നെയും ഞാൻ പോകും. ഒരു പ്രാവശ്യം ഞാൻ അങ്ങനെ പോയി മൈസൂരിൽ ചാമുണ്ടിപുരം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ആ സ്ഥലത്ത് പോയി താമസിച്ചിട്ട് വനത്തിൽ പോയി ഒരു സ്മഗ്ലറായി തീർന്നു. എന്ന് പറഞ്ഞാൽ ആ വനത്തിൽ നിന്ന് ചന്ദനത്തടി വാങ്ങിച്ച് മുട്ടികൾ എന്ന് പറയും, ചന്ദന മുട്ടികൾ വാങ്ങിച്ചിട്ട് കുതിര വണ്ടിക്കകത്തും ജീപ്പിനകത്തും ആ ചാമുണ്ടിപുരത്ത് അനേകർ ഈ ആനയും അതുപോലെ മറ്റ് ഹാൻഡിക്രാഫ്റ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നവരുണ്ട്. അവർക്ക് എത്തിച്ചു കൊടുത്താൽ എനിക്ക് ഞാൻ കൊടുത്ത വിലയ്ക്ക് ഇരട്ടി വില എനിക്ക് അവിടെ കിട്ടുമായിരുന്നു. അങ്ങനെ ഞാൻ വനത്തിൽ പോയി കൊടകർ എന്ന് പറയും, അതുപോലെ അവിടുത്തെ ആദിവാസികളുണ്ട്, അവര് എനിക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കും. അതും വാങ്ങിച്ചുകൊണ്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ ഞാൻ പോകുമ്പോൾ കാലിലെല്ലാം ഈ അവിടുത്തെ വയലട്ട എന്ന് പറയും, വനത്തിനകത്തെ വയലട്ട കടിച്ചു. മാത്രമല്ല പെട്ടെന്ന് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു നിഴല് പോലെ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്തോ കണ്ടു. ഞാൻ ഒരു മരത്തിന്റെ പുറയിൽ മറഞ്ഞു നോക്കിയപ്പോൾ മനസ്സിലായി ഒരു കൊമ്പനാന അവിടെ നിൽക്കുന്നു. ഞാൻ എൻ്റെ ഹൃദയം വളരെയേറെ പെട്ടെന്ന് പേടിയായി. ഞാൻ അവിടെ നിന്ന് എന്നെ കൊന്നു എന്ന് എനിക്ക് വ്യക്തമായി. ഞാൻ ഉറക്കെ ഹല്ലേലൂയ എന്ന് പറഞ്ഞു. എൻ്റെ ഇതുവരെയും ഉണ്ടാകാത്ത ഒരു കാര്യമായിരുന്നു അങ്ങനെ ഒരു വേട്. ഞാൻ കാരണം ആ ഹല്ലേലൂയ എന്നും പറയാൻ ഞാൻ പിന്നീട് ഭാവിയിൽ ഇഷ്ടപ്പെടാത്ത ഒരു വാക്കായിരുന്നു, ഒരു വാക്കായിരുന്നു. എന്നാൽ അവിടെ വെച്ച് ഞാൻ തീരുമാനിച്ചു, ഇനി ഞാൻ ഒരിക്കലും ഭവനത്തിൽ നിന്ന് ഇറങ്ങി പോകത്തില്ല. ഞാൻ എൻ്റെ അമ്മച്ചിയുടെ അടുക്കൽ പോയി അമ്മച്ചിയോടൊപ്പം കഴിയും. എന്ത് വന്നാലും ശരി, രോഗിയായാണെങ്കിലും മരിച്ചാലും ശരി. എന്നാലും ഒരു പ്രാവശ്യം ഞാൻ ഇതിനിടയ്ക്ക് പറയട്ടെ, ഞാൻ ഒരു പ്രാവശ്യം ഈ രോഗത്തിന്റെ മൂർച്ഛന്യ നിമിത്തം ഞാൻ ഏകദേശം 36 ഫിനോബാർബിറ്റോൻ എന്ന് പറയും ഒരു സ്ലീപ്പിംഗ് പിൽസ് പല കൊല്ലത്തെ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് വാങ്ങിച്ചിട്ട് അത് കഴിച്ച് ഞാൻ 6 ദിവസം കൊല്ലം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അബോധാവസ്ഥയിൽ കിടന്ന്. അവർ വിചാരിച്ചു രോഗത്തിന്റെ പിടിച്ചാണ്. എന്നാൽ ഞാൻ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചതായിരുന്നു. അവിടെ നിന്ന് എൻ്റെ പിതാവ് 6ാമത്തെ ദിവസം ഡോക്ടർ പറഞ്ഞു, ഇവനെ വീട്ടിലേക്ക് കൊണ്ടുപോക്കോ, എനിക്ക് ഇനി യാതൊരു രക്ഷയില്ല, അവൻ അബോധാവസ്ഥയിൽ കിടക്കുകയാണ്, എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ അദ്ദേഹത്തിന് പിടികിട്ടിയില്ല ഞാൻ എന്താണ് ചെയ്തതെന്ന്. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന എൻ്റെ അകത്തെ ഒരു പോലീസ് ക്വാർട്ടേഴ്സിലെ, കൊല്ലത്ത് ആശ്രാമം ക്വാർട്ടേഴ്സിലെ
അകത്തെ മുറിയിൽ എന്നെ അബോധാവസ്ഥയിൽ കിടക്കുമ്പോൾ എന്റെ പിതാവ് വിചാരിച്ചു അവൻ മരിക്കാൻ പോവുകയാണ്, എന്റെ മാതാവ് വിചാരിച്ചു അവൻ മരിക്കാൻ പോവാണ്, അവനെ അടക്കേണ്ട കാര്യങ്ങളുണ്ട്. പോലീസുകാരെയൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എന്നാൽ പാതിരാത്രി 2 മണിയായപ്പോൾ സ്വർഗത്തിലെ ദൈവം ഏതോ ഒരു പ്രകാശം എന്റെ മുറിയിൽ, ഞാൻ ഒറ്റയ്ക്ക് കിടക്കില്ലായിരുന്നു, ഏതോ ഒരു പ്രകാശം എന്റെ മുമ്പിൽ വരുന്നതായിട്ട് ഞാൻ കണ്ടു. പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേറ്റു. ജീവനില്ലാതെ കടന്ന് ഞാൻ ചാടി എഴുന്നേറ്റിട്ട് അത് ആ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എന്റെ ഏറ്റവും ഇളയ ഒരു അനിയനുണ്ട്, അദ്ദേഹം ഓടി വന്ന് പറയാണ്, അമ്മച്ചി അമ്മച്ചി ബാബുച്ചാൻ എന്നാ എന്നെ വിളിക്കുന്ന, എന്റെ വീട്ടിൽ വിളിക്കുന്ന പേര്. ബാബുച്ചാൻ എഴുന്നേറ്റ് നീ ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മച്ചി ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് എന്റെ കുഞ്ഞിനെ ജീവൻ മടക്കി തന്നു. മോനെ, ഇനി ഇങ്ങനെ ഒന്നും ചെയ്യല്ലേ, നീ എന്താ ചെയ്ത്, എന്താ 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 ഇങ്ങനെ നീ ഇറങ്ങിപ്പോന്നൊക്കെ ചോദിച്ച് അമ്മച്ചി വളരെ വേദനിച്ചു. എന്നാൽ സ്വർഗത്തിലെ ദൈവം, ഞാൻ പറഞ്ഞു ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം എന്നെ വന്ന് തൊട്ടു. എന്നിട്ടും ഞാൻ പുറകോട്ട് ദൈവത്തെങ്കിലേക്ക് അടുത്തില്ല, ദൈവത്തിങ്കിൽ നിന്ന് അകന്നുകൊണ്ടേയിരുന്നു, അകന്നില്ല, ഇങ്ങനെ ഒരുവിധം നല്ല വിധത്തിലൊക്കെ പോയി. എന്നാൽ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ഇനി ഞാൻ എങ്ങും ഇറങ്ങിപ്പോത്തില്ല, എനിക്കൊരു ബിസിനസ് ഒക്കെ ഇട്ടതാ. അവിടെ നിന്ന് ഞങ്ങൾ എന്റെ അമ്മച്ചിക്ക് കൊട്ടറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് സ്കൂളിലേക്ക് മാറ്റം കിട്ടി. എന്റെ ഒരു അമ്മാച്ചൻ അവിടെ നിന്നാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് മാറ്റമായി. ആ സ്ഥലത്ത് ആൾക്കാർ സ്വന്തമായിട്ട്, അത് വളരെ വളരെ വലിയൊരു കടയാണ്. 7-8 ബീഡി തെറുപ്പുകാരുൾപ്പെടെ ഞാൻ ഇരുത്തി ജോലി അവരെ ബീഡി കൊണ്ട് തെറുത്ത് അത് വിൽക്കുമായിരുന്നു. അങ്ങനെ വലിയ വിധത്തിലൊരു കടയാണ് ആരംഭിച്ചത്. മാതാവ് അതിനുള്ള സാമ്പത്തികമായ എല്ലാ സഹായവും ചെയ്തു കൊല്ലത്തുനിന്ന് സാധനങ്ങൾ ഇറക്കി കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ എന്റെ രോഗത്തിന് അത്ര കുറവില്ല. എന്റെ കടക്കാരിൽ ഒരു മന്ത്രവാദിയാണ് എന്റെ ബോഡി ഗാർഡ്. എല്ലാ ദിവസവും കട പൂട്ടി വരുമ്പോൾ അദ്ദേഹം എന്നെ വീട്ടിൽ വരെ കൊണ്ടുവിടും, എനിക്ക് സെക്യൂരിറ്റി ആയിട്ട്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എന്റെ കടയിലെ അടുത്ത കടക്കാരൻ എന്നോട് പറഞ്ഞു, ഭാവിച്ച ഞങ്ങളുടെ വീട്ടിൽ എന്റെ അമ്മച്ചി, അദ്ദേഹം ഒരു മത്തോമക്കാരനാണ്, അദ്ദേഹം പറഞ്ഞു എന്റെ അമ്മച്ചി TPM-ലാണ് പോകുന്നത്, അമ്മച്ചിക്ക് വീട്ടിലൊരു യോഗം നടക്കുന്നു, അച്ചായനും ബാബുക്കുട്ടിയും കൂടെ വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ ഉള്ളിൽ ഒരു ചിന്ത വന്നു, ഇന്ന് രാത്രി ഈ പെന്തിക്കോസുകാരനെ എറിയും, ആ ഉപദേശി ആര് തന്നെ ആയാലും അയാളെ ഞാൻ കല്ലെടുത്തെറിയും, കളിയാക്കും എന്ന് പറഞ്ഞ തീരുമാനമെടുത്ത് ആ മന്ത്രവാദിയും കൊണ്ട് ഞാൻ ആ ഭവനത്തിലേക്ക് കട നേരത്തെ പൂട്ടിയിട്ട് ചെന്ന് വെളിയിൽ ഇരിക്കുമ്പോൾ അകത്ത് പെട്രോമാക്സിന്റെ വെളിച്ചത്തിൽ അവിടെ മീറ്റിംഗ് നടക്കുകയാണ്. ഞാൻ വിചാരിച്ചു കുകുവിയിട്ട് കല്ലെടുത്തെറിഞ്ഞിട്ട് തന്നെ പോക്കളയാം എന്ന് വിചാരിച്ച് അങ്ങനെ കല്ലെടുക്കുകയും എറിയാനായിട്ട് കല്ലുയർത്തുകയും പെട്ടെന്ന് എന്റെ പുറത്ത് ആരോ അടിക്കുന്ന പോലെ അടി പോലെ വന്നു. ഞാൻ പെട്ടെന്ന് നിലത്ത് വീണു. അതുവരെ എന്റെ ജീവിതത്തിൽ ഒരു ചൈനി എന്ന് പറഞ്ഞൊരു രോഗം ഉണ്ടായിട്ടില്ല. ആ മന്ത്രവാദി നിലത്ത് വീണു. അദ്ദേഹം ചോദിച്ചു, ഇതെന്താ സംഭവിക്കുന്നേ? അദ്ദേഹം പെട്ടെന്ന് വിദേശി വിളിച്ചു. വിദേശി പെട്ടെന്ന് വന്ന് എന്നെ പിടിച്ചകത്തേക്ക് കൊണ്ടുവന്നിട്ട് അദ്ദേഹം എന്റെ തലമേൽ കൈ വെച്ചിട്ട് പറഞ്ഞു, ഞാനിത് ദർശനത്തിൽ കണ്ടതാണ്, എന്നെ ആരോ ഉപദ്രവിക്കാൻ വരുന്നത്. അതെ, ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് തൊട്ട് കർത്താവിന് വേണ്ടി എന്റെ ജീവിതം സമർപ്പിക്കുകയാണ്, ഞാൻ ഇനി കർത്താവിന് വേണ്ടി ജീവിക്കാൻ പോവുകയാണ്. എന്റെ അമ്മച്ചിയുടെ കരച്ചിലും കണ്ണുനീരും സ്വർഗത്തിലെ രാത്രിയിൽ കേട്ടിരിക്കുന്നു. കാരണം ഞാൻ അവിടെ കിടക്കുമ്പോൾ തന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത അനേക പാപങ്ങൾ എന്റെ മുമ്പിൽ കൂടെ ഒരു ചിത്രം പോലെ ഓടി നടക്കുന്നത് ഞാൻ കണ്ടു. ആ മന്ത്രവാദിയും പേടിച്ചു പോയി. അദ്ദേഹവും ഓടി വന്ന് എന്നോട് അകത്തു വന്ന് പറഞ്ഞു, ഞാൻ ഇനി മന്ത്രവാദം ചെയ്യത്തില്ല ബാബുട്ടി, ഇതൊരു ദൈവം, വലിയൊരു ദൈവമാണെന്ന് അദ്ദേഹവും കൂടെ പറഞ്ഞു. ഞങ്ങൾ അവിടെ വെച്ച് അദ്ദേഹം എന്നോട് തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, പ്രിയ പൈതലേ, നിന്നെ ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും അയച്ച് ഞാൻ എന്റെ സാക്ഷ്യം പറയിക്കും. ഞാൻ പറഞ്ഞു, എനിക്ക് ഇംഗ്ലീഷ് ഒന്നും വലിയ വശമില്ലെങ്കിലും എങ്ങനെയാണ് പോവുക? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പോകുന്ന ദേശത്ത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ നാവിൽ ഏത് ഭാഷ വരുന്നോ അപ്പോൾ ആ ഭാഷ ദൈവം നിനക്ക് തരും എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിച്ചു വിട്ടു. ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എന്റെ അമ്മ മുട്ടുമേലിരിക്കുകയാണ്, അപ്പച്ചൻ ഡ്യൂട്ടിയിലാണ്. അപ്പച്ചന് ഇഷ്ടമല്ല ഞാൻ ഈ കച്ചവടമൊക്കെ ചെയ്യുന്നതും. അദ്ദേഹം പറയും, ഇത് ദൈവത്തെ അറിയാത്തവൻ ഇങ്ങനെ തന്നെ നടക്കണമെന്ന് പറഞ്ഞു. അന്ന് രാത്രി ഞാൻ അമ്മച്ചിയോടൊക്കെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, അമ്മച്ചി, ഇനി ഞാൻ കർത്താവിനെ രാത്രി രക്ഷിതാവായി സ്വീകരിക്കുന്നു. എന്നെ അമ്മച്ചി കെട്ടിപ്പിടിച്ചു കരഞ്ഞു പ്രാർത്ഥിച്ചു. എന്നോട് പറഞ്ഞു, മോനെ, ദൈവം നിന്നെ അനുഗ്രഹിക്കും. എന്റെ പ്രാർത്ഥനയുടെ മറുപടി 20 വയസ്സായപ്പോൾ ഇതാ ഞാൻ കേട്ടു. 20ാമത്തെ വയസ്സിലായിരുന്നു അങ്ങനെ അത് സംഭവിച്ച്. ജൂൺ 11-ാം തീയതി ആ ബുധനാഴ്ച രാത്രി ഞാൻ ഒരിക്കലും മറക്കത്തില്ല. 1969 ജൂൺ 11-ാം തീയതി
എന്റെ കർത്താവിനെ രക്ഷിതാവായി ഞാൻ സ്വീകരിച്ചു. അങ്ങനെ ഞാൻ വീട്ടിൽ കഴിഞ്ഞ് കടയെല്ലാം അടച്ചു. അമ്മച്ചി തന്നെ ആളെ ഇടപെടുത്തി അത് വിറ്റു. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഓടനാവട്ടത്തൊരു ശാമുവേൽ ഉപദേശിയുണ്ട്, ഷാരോനിലെ കൈതക്കുഴിയിലുള്ള അദ്ദേഹം തന്റെ കുറച്ച് 3-4 ചെറുപ്പക്കാരുമായിട്ട് എന്റെ ഭവനത്തിലേക്ക് വന്നിട്ട് പറഞ്ഞു, ബാവുച്ചാൻ എന്നെ പോലെ രക്ഷിക്കപ്പെട്ടു എന്ന് അറിഞ്ഞല്ലോ, സ്നാനപ്പെടാൻ എന്താ പ്രയാസം? ഞാൻ പറഞ്ഞു, ഞാൻ വചനം പഠിച്ചുകൊണ്ടിരിക്കുക, നോക്കട്ടെ. വചനത്തിൽ വായിച്ചു സ്നാനപ്പെടേണ്ടത് ആവശ്യമാണെന്ന്. അങ്ങനെ ജൂൺ 29-ാം തീയതി രാവിലെ ഞാൻ ഒരു ജോഡി ഡ്രസ് ഞാൻ എക്സ്ട്രാ ഒന്നും എനിക്കറിയത്തില്ല ഈ സ്നാനത്തെ കുറിച്ചോ മറ്റു കാര്യങ്ങളോ ഒന്നും. കൈതക്കുഴി ആറ്റിൽ ചെന്ന് സ്നാനത്തിനായി നിൽക്കുമ്പോൾ എനിക്ക് ഉടുപ്പിൽ അദ്ദേഹം ചോദിച്ചു, ഉടുപ്പൊന്നും കൊണ്ടുവന്നല്ലേ? അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഒരു വലിയ ജിബ എടുത്തുകൊണ്ട് വന്നു, ഇതിട്ടാ മതി, ഒരു മുണ്ടും തന്നു. അങ്ങനെ സ്നാനപ്പെട്ട് കരയ്ക്ക് കയറുമ്പോൾ എന്റെ അനിയൻ ഒരാൾ അണ്ടർ സെക്രട്ടറി ആയിരുന്നു, കേരളത്തിലെ 3ാമത്തെ അനിയൻ. അദ്ദേഹം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടർ സെക്രട്ടറി ആയിട്ട് നിത്യതയിലാണ്. അദ്ദേഹത്തിന്റെ കൈ അന്ന് അവൻ കോളേജിൽ പഠിക്കുന്ന സമയമാണ്. എന്റെ മാതാവ് ഒരു ചെറിയ പെട്ടിയിൽ ഒരു വേദപുസ്തകവും ഒരു പീസ് തുണിയുമായിട്ട് കൊടുത്തു വിട്ടിട്ട് പറഞ്ഞു, അപ്പച്ചൻ അറിഞ്ഞാൽ കൊന്നുകളയും, പൊക്കോളാൻ പറഞ്ഞു. വീട്ടിലേക്ക് നീ വരണ്ട, നീ പൊക്കോ, വീട്ടിലേക്ക് മടങ്ങി വരണ്ട. അങ്ങനെ സ്നാനപ്പെട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട BD ജോൺസൺ പാസ്റ്ററുടെ ജ്യേഷ്ഠൻ BD ഡാനിയേൽ അച്ഛൻ എന്നെ സ്നാനപ്പെടുത്തി. ഞാൻ കരയ്ക്ക് കയറി. ഞങ്ങൾ ഏകദേശം 22 യൗവനക്കാരെന്ന് സ്നാനപ്പെട്ടു. കരയ്ക്ക് കയറുമ്പോൾ അദ്ദേഹം എന്നെ അടുത്ത് വന്ന് കെട്ടിപ്പിടിച്ച് ആ ഉപദേശിയുടെ ഉടുപ്പിട്ട് ഞാൻ വീണ്ടും അതെടുത്തിട്ട് ഞാൻ എന്റെ സ്വന്തം ഇട്ടിട്ട് നിൽക്കുമ്പോൾ അദ്ദേഹം വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോനെ നീ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് പോകാൻ ഇടമില്ല, ഞാൻ ഇന്നു മുതൽ ഒരു അനാഥനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ വിഷമിക്കണ്ട, ഞാൻ നിന്നെ എന്റെ മകനായി ചേർത്തുകൊള്ളാം. അങ്ങനെ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹം എന്നെ കൊണ്ടുപോയി ഷാരോൻ ബൈബിൾ കോളേജിൽ, തിരുവല്ല ഷാരോൻ ബൈബിൾ കോളേജിൽ അവിടെ പഠിപ്പിക്കാനാക്കി. അവിടെ പഠിച്ച് 1-2 വർഷം ഞാൻ അവിടെ പഠിക്കുമ്പോൾ എനിക്ക് മാറിയിടാനൊരു തുണിയില്ല. ആവശ്യം പോലെ വസ്ത്രവും കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്റെ അതേ ഭവനത്തിൽ. ഇന്ന് എനിക്ക് ഇടാനില്ലെങ്കിൽ ഞാൻ രാത്രിയിൽ കഴുകിയിട്ട് രാവിലെ ക്ലാസ്സിൽ പോയിരിക്കും. വല്ലവരും ഒക്കെ വീട്ടിച്ചു പോകുന്ന സോപ്പ് ഞാൻ നോക്കി നടക്കും ഒന്ന് കുളിക്കാൻ. അങ്ങനെ സോപ്പ് കണ്ടെത്തി സോപ്പ് ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ പിന്നീട് അവിടുന്ന് എനിക്ക് രോഗം വീണ്ടും ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. അതെനിക്ക് വളരെ പ്രയാസമായി തോന്നി. അവിടുന്ന് മണക്കാല ബൈബിൾ കോളേജിലേക്ക് ഞാൻ മാറാമെന്ന് വിചാരിച്ചു. മണക്കാല ബൈബിൾ കോളേജിലേക്ക് ട്രാൻസ്ഫർ വന്ന് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഒരു 5 സഹോദരന്മാർ ഒരുമിച്ചിരുന്ന് എനിക്ക് എന്റെ അമ്മച്ചിക്കും ആ ഒരു വിശ്വാസം കുറവായിരുന്നു. ഈ പിന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഒരു വിശ്വാസമില്ലായിരുന്നു. അമ്മച്ചി ബ്രദറൻ ചർച്ച ഒരു പെയ്ത്തോമിലായിരുന്നു രക്ഷിക്കപ്പെട്ടത്. അതുകൊണ്ട് ആ മനസ്സിൽ അത് അങ്ങനെ ഇരുന്നു. എനിക്കും അതിനോട് പരിശുദ്ധാത്മാവിനെ ശക്തമായിട്ട് എനിക്ക് വിശ്വസിക്കാൻ ഒത്തില്ല. എന്നാൽ 5 സഹോദരന്മാർ ഞങ്ങൾ ഇരുന്ന് രാത്രിയിൽ ഉപവാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് ഞാൻ എടുത്തടിച്ചതുപോലെ താഴെ വീണു. അന്ന് എന്റെ രോഗം ആത്മായുടെ അസുഖം എന്നേക്കുമായി വിട്ടുപോയി. ആ സഹോദരന്മാരെല്ലാം സന്തോഷിച്ചു, ഞങ്ങൾ ഒരുമിച്ച് സന്തോഷിച്ചു. അവിടെ ബൈബിൾ സ്കൂൾ പഠിച്ച് തീർന്ന് അതിനിടയ്ക്ക് ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെയും ചെറുവക്കൽ അതുപോലെ പല സ്ഥലങ്ങളിലും പോയി കർത്താവിന്റെ വേല ചെയ്യുവാനും ചില സഭകൾ തുടങ്ങുവാനും ഒക്കെയും ദൈവം എന്നെ അവിടെ സഹായിച്ചു. എന്റെ മാതാവ് അതിനിടയ്ക്ക് വെച്ച് ബഹുമാനപ്പെട്ട മാങ്ങാനം ജോസഫ് പാസ്റ്റർ ഒരിടത്ത് കൺവെൻഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ സംബന്ധിപ്പാനിടയായി. ആ രാത്രിയിൽ സ്നാനപ്പെടുവാൻ തീരുമാനിച്ചു. അടുത്ത ദിവസം സ്നാനപ്പെട്ടപ്പോൾ എന്റെ പിതാവ് അന്ന് ഇലക്ഷൻ ഡ്യൂട്ടിയിൽ എവിടെയോ ആയിരുന്നു. മടങ്ങി വന്നപ്പോൾ വളരെ വേദനയും വളരെ ദേഷ്യത്തോടെ കടന്നു വന്ന് സകല ഫോട്ടോയും സകലതും എടുത്ത് പൊട്ടക്കണ്ണലിൽ ഇട്ടിട്ട് പറഞ്ഞു, നീ എന്റെ ഭാര്യയല്ലേ, ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു. അന്ന് ഞാൻ ഭവനത്തിലുണ്ട്. ഞാനും എന്റെ അമ്മച്ചിയും കൂടെ ഒരു പ്രാവിന്റെ ചുവട്ടിൽ കിടന്ന് അന്ന് രാത്രിയിൽ ഉറങ്ങുമ്പോൾ അതെ ഞങ്ങൾക്ക് പേടിയുണ്ട്, ജന്തുക്കളൊക്കെ വരുമെന്ന്. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ അത്ഭുതമായി പരിപാലിച്ചു. ഞാൻ പറഞ്ഞു, അമ്മച്ചി അടുത്ത ദിവസം അപ്പച്ചൻ അതൊക്കെ മാറിക്കൊള്ളും. അടുത്ത ദിവസം അവിടുത്തെ മർത്തോമായിലെ ഒരു അച്ഛനും അവിടുത്തെ എന്റെ അമ്മാച്ചനും കൂടെ വീട്ടിൽ വന്നു. എടി ചിന്നമ്മേ, നീ ആ പൊട്ടിച്ച മീൻ അങ്ങ് കെട്ടിയാരെ നീ എന്നിട്ട് ചോദിച്ചു, നീ ഇനി സ്നാനപ്പെടുമെന്ന് ചോദിച്ചു. അമ്മച്ചി പറഞ്ഞു, അച്ഛാ ഇനി ഞാൻ ഒരിക്കലും സ്നാനപ്പെടുത്തില്ല, ഒരു പ്രാവശ്യമേ പെടത്തുള്ളത് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്റെ കൊച്ചിലെ മാമോദിസയ്ക്ക് എന്തുവാ പരിമല പള്ളിയിലൊക്കെ ആയിരുന്നു. എന്നാൽ രണ്ടാമത് സത്യവചനത്തിനനുസരിച്ച് സ്നാനപ്പെടുവാൻ എനിക്ക് അമ്മച്ചിക്കും എനിക്കും ദൈവം ഇടയാക്കി. അമ്മച്ചി അങ്ങനെ തീരുമാനമെടുത്ത് സ്നാനപ്പെട്ടു.
പ്രതികൂലങ്ങളൊക്കെ ഉണ്ടായി. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് അപ്പച്ചൻ നേരെയായി, കുഴപ്പമെല്ലാം മാറി. ഞാൻ വീണ്ടും ബൈബിൾ സ്കൂളിലേക്ക് പോയി. അങ്ങനെ ബൈബിൾ സ്കൂളിൽ പഠിത്തം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിയുമ്പോൾ ഞാൻ കർത്താവിന്റെ വേലയിൽ ഒരു പി.ഒ. ചെറിയാച്ചാൻ എന്ന് പറയുന്ന ആള് പത്തനാപുരത്ത് കടയ്ക്കാവുണ്ടിൽ ഒരു ചർച്ചിന്റെ പാസ്റ്ററായി എന്നെ അദ്ദേഹം കൊണ്ടുവന്നാക്കിയ ഒരു ഇൻഡിപെൻഡന്റ് ചർച്ചായിരുന്നു. അവിടെ ഇങ്ങനെ ശുശ്രൂഷയിൽ ആയിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ അമ്മച്ചി വളരെ ഹാർഡ് വർക്കറായിരുന്നു, വളരെ കഠിന ജോലി പഠിപ്പിക്കുമായിരുന്നു. പെട്ടെന്ന് സെറിബ്രൽ ഹെമറേജ് ആയിട്ട് വന്നു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ പോയി 3 ആഴ്ചക്കകം നിത്യതയിൽ പ്രവേശിച്ചു. അതെന്റെ ഹൃദയത്തിൽ എനിക്കൊരു എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലും എന്ത് ഭാരം വന്നാലും എനിക്ക് എൻ്റെ അമ്മച്ചിയാണ് എന്നെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ എൻ്റെ അമ്മച്ചിയുടെ വേർപാട് എനിക്ക് വളരെ ഭാരമായി. എങ്കിലും ഞാൻ അതൊക്കെയും പിടിച്ചു നിന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ പത്തനാപുരത്ത് ശുശ്രൂഷിക്കുന്ന സമയത്ത് അവിടെ ആയിരിക്കുന്ന സമയത്ത് അവിടെ ഒരു വിവാഹിതനായി മുൻപോട്ട് പോകണമെന്ന് അവിടുത്തെ നിയമം, അവിടുത്തെ പാസ്റ്ററുടെ ആ നിയമമുണ്ട്. ഒരു ഇൻഡിപെൻഡന്റ് ചർച്ച് ആണെങ്കിലും അവരെല്ലാം അമേരിക്കയിലാണ്. ആ പാസ്റ്റർ ഉൾപ്പെടെ ഞാൻ ആ പേരൊന്നും വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് അങ്ങനെ പോകുമ്പോൾ അവിടെ യാദൃച്ഛികമായി എൻ്റെ ഭാര്യയുടെ കർത്താവിന്റെ ദാസി നിരണത്തുകാരിയാണ്. അച്ഛന്മാരുടെ കുടുംബത്തിൽപ്പെട്ടതാണ്. അവരെല്ലാം സമുദായത്തിലാണ്, എല്ലാം ഓർത്തഡോക്സുകാരാണ്. അവരുടെ ഒരു അമ്മാവി മാത്രം വിശ്വാസത്തിൽ രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിൽ ഉണ്ടായിരുന്നു. അവരും ഇവളുമായിട്ട് എൻ്റെ ഭാര്യയുമായിട്ടുള്ള വളരെ സ്നേഹത്തിലായിരുന്നു. അതുകൊണ്ട് അവളും രഹസ്യമായി സ്നാനപ്പെട്ടിരുന്നു. മാവിയുടെ ഒരു മോൾ അമേരിക്കയിലുണ്ട്, അവരെല്ലാം അമേരിക്കയിലാണ്. ആ മോള് നാട്ടിൽ വന്നപ്പോൾ എന്നെ പത്തനാപുരത്ത് വെച്ച് കാണുവാനിടയായി. എന്നോട് ഒരു ആലോചന പറഞ്ഞു, ഇന്നപോലെ എൻ്റെ അച്ഛൻ്റെ ഒരു മോളുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞു എൻ്റെ അപ്പച്ചനോട് ചോദിച്ചപ്പോൾ അപ്പച്ചൻ പറഞ്ഞു എനിക്ക് സ്ത്രീധനം വേണം, വലിയ എമൗണ്ട് ഒക്കെ പുള്ളി ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു അവളുടെ പിതാവ് ഒരു കൃഷിക്കാരനാണ്, എനിക്ക് സ്ത്രീധനം ഇല്ലാതെ വിവാഹം കഴിക്കാൻ പോകുന്നുള്ളൂ. അങ്ങനെ പിന്നീട് അദ്ദേഹം അതിന് സമ്മതിച്ചു. ഞങ്ങളുടെ വിവാഹം നടന്നു. വിവാഹം നടക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ഓർത്ത്, നിസ്സാര ഒരു തുക മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് കല്യാണത്തിനിടാൻ ഒരു ഡ്രസ് ഇല്ലായിരുന്നു. ഞാൻ കല്യാണത്തിന് പുതുതായിട്ടൊന്നും വാങ്ങിച്ചിടാനില്ലായിരുന്നു. ഞാൻ സ്വന്തമായ പഴയ ഉടുപ്പും പാൻറ്റും കഴുകിയിട്ട് തേച്ച് അതിട്ടുകൊണ്ട് ഞങ്ങൾ എൻ്റെ കല്യാണത്തിന് പോയി. എൻ്റെ സഹോദരങ്ങളോ എൻ്റെ പ്രിയപ്പെട്ടവരോ ആരും ഞങ്ങളുടെ വിവാഹത്തിന് വന്നില്ല. എങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം പി.ഒ. ചെറിയാച്ചാന്റെ കൈക്കീഴിൽ പുയപ്പള്ളി ശാരോനിൽ വെച്ച് നടക്കുവാനിടയായി. അങ്ങനെ ഞങ്ങൾ വീണ്ടും പത്തനാപുരത്ത് കർത്താവിന്റെ വേല തുടർന്നു. ഒരു വർഷത്തിന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കർത്താവ് ഒരു കുഞ്ഞിനെ നൽകി. അങ്ങനെ ശുശ്രൂഷ തുടരുമ്പോൾ എനിക്ക് അവിടുത്തെ ദശാംശമോ സ്തോത്ര കാഴ്ചയൊന്നും ഞാൻ ലഭിക്കാറില്ല. അവർ ഒരു ചെറിയ ശമ്പളം മാത്രം ലഭിക്കും. അത് വാങ്ങിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് അതൊരു ഭാരമായി തീർന്നു. എൻ്റെ കുടുംബത്തെ പുലർത്തുവാൻ ഭാരമായിട്ട് തീർന്നു. എന്നാൽ ഞാൻ അതെല്ലാം സഹിച്ച് മുൻപോട്ട് പോകുമ്പോൾ കർത്താവിന്റെ ദാസിയുടെ ആന്റിയുടെ മകള് അമേരിക്കയിൽ നിന്ന് എനിക്കൊരു പേപ്പർ അയച്ചു തന്നു. ഞാൻ തീരുമാനിച്ചു, എന്നാൽ ഞാൻ വടക്കേ ഇന്ത്യയിലോ അല്ലെങ്കിൽ എവിടെ കർത്താവ് അയക്കുന്നിടത്തേക്ക് പോവുകയാണ്. ഈ ചർച്ചിന്റെ പ്രവർത്തനം മറ്റൊരു ശാരോനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഇനി ഇവിടുന്ന് പോവുകയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ വടക്കേ ഇന്ത്യയിലേക്ക് യാത്ര ബോംബെയിൽ വന്നു. അവിടെയാണ് ഏറ്റവും സംഭവമായ കാര്യങ്ങൾ നടക്കുന്നത്. ബോംബെയിൽ അവരയച്ചു തന്ന ആ വിസിറ്റിംഗ് പേപ്പറുമായിട്ട് വന്നു. ആ എംബസിയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു അവിടെ നിന്ന് അന്നത്തെ അംബാസഡറോ അതിന്റെ അസിസ്റ്റന്റോ ഒരാളുണ്ട്. അദ്ദേഹം പേപ്പറൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, നീ പോയാൽ തിരിച്ചു വരത്തില്ല, നീ ഇംഗ്ലീഷൊക്കെ വൃത്തിയായിട്ട് പറയുന്നു. അപ്പോൾ ഞാൻ വളരെ വേദനയോടെ ആ പേപ്പറുമായിട്ട് തിരിച്ചിറങ്ങി വെളിയിലേക്ക് വന്ന പാസ്പോർട്ട് കയ്യിലുണ്ട്. ഞാൻ ആ പേപ്പർ വലിച്ചു കയറി കളഞ്ഞിട്ട് ഞാൻ ബോംബെയുടെ തെരുവ് വീട്ടുകളിൽ അലഞ്ഞ ഒരു പ്രാന്തനെ പോലെ നടന്നു. എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും അവളുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് ഞാൻ പോയത്. നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ പോയി അവിടെ എല്ലാം നടന്ന് പൈപ്പിലെ വെള്ളമൊക്കെ കുടിച്ചു. ഇവളുടെ അങ്കിളിന്റെ കൂടെ കുറച്ചു ദിവസം താമസിച്ചു. അങ്കിൾ അവിടുത്തെ മിലിറ്ററി ഉദ്യോഗസ്ഥനാണ്. കൊലാബ എന്ന് പറയുന്ന നേവി നഗറിൽ അദ്ദേഹം ഉദ്യോഗസ്ഥനാണ്. എന്നാൽ അവിടുത്തെ ചില അറ്റ്മോസ്ഫിയർ, അവിടുത്തെ ചില കാര്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമില്ലാത്ത അവസ്ഥയിൽ ഞാൻ ഒരു പട്ടാളക്കാരന്റെ ഒരു മുറിയിൽ ഒരു 10 പേര് ഞങ്ങൾ ഒരുമിച്ച് ഒരു മുറിയിൽ താമസമാണ്. 10 രൂപ കൊടുത്ത് ഞാൻ അവരോടൊപ്പം അവിടെ കഴിഞ്ഞു.
അത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയായിരുന്നു എന്ന് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. കാരണം എല്ലാവരും താറയിൽ കിടന്ന തലണയൊന്നും ഇല്ലാതൊക്കെ കിടന്ന് ഇങ്ങനെ കിടക്കുമ്പോൾ എൻ്റെ ആയുസ്സിൽ അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഇല്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം എന്നെ പഠിപ്പിക്കുകയായിരുന്നു എന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി. അങ്ങനെ കുറച്ചു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് കിടന്ന് ഞാൻ രാത്രി എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നതൊക്കെ അടുത്ത് കിടന്ന ഒരു കൃഷ്ണദാസ് എന്ന് പറഞ്ഞ ഒരു വലിയ അദ്ദേഹം എഞ്ചിനീയറാണ്. അവിടെ അടുത്തുള്ള ഒരു ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനും ഒക്കെയാണ്. അദ്ദേഹം എൻ്റെ പേരും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ എൻ്റെ കൂടെ വാ, എൻ്റെ ഓഫീസിൽ വാ, എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി തരാം. അവിടെ അദ്ദേഹം എന്നെ വിളിച്ച് അദ്ദേഹത്തിന്റെ ഓഫീസിൽ, ആ നേവി തന്നെയാണ് ഓഫീസ്, എന്നെ വിളിച്ചോണ്ട് പോയി അവിടെ ഈ ബ്ലൂ പ്രിന്റ്, അമോണിയ പ്രിന്റ് ഒക്കെ പ്രിന്റ് ചെയ്യുന്ന ആ മിഷന്റെയും സീറോസ് മിഷന്റെയും ഒക്കെ പണികളും അതിന്റെ മിഷന്റെ കാര്യങ്ങളൊക്കെ എന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് ദിവസമേ മാത്രമേ അത് കണ്ടു. ഞാൻ തിരിച്ചു വന്നു. രാത്രി ആകുമ്പോൾ ഉള്ള ദോഷം, അവിടെ കിടക്കുമ്പോൾ ഉള്ള ദോഷം എന്താണെന്ന് അറിയാമോ? അത് അവിടുത്തെ മിലിറ്ററി ജോലി ചെയ്യുന്ന ഒരു സ്വീപ്പറിന്റെ റൂമാണ്. അതിന്റെ അടുക്കളയിലാണ് അദ്ദേഹവും ഭാര്യ ഉറങ്ങുന്നത്. രാത്രി ആകുമ്പോൾ അദ്ദേഹം മദ്യപിച്ച് എഴുന്നേറ്റ് ഒരു പാതിരാത്രി ആകുമ്പോൾ മലമൂത്ര വിസർജനമെല്ലാം ഞങ്ങളുടെ ദേഹത്ത. എന്തായാലും രാത്രി മാത്രമല്ല, പട്ടാളം, അവിടുത്തെ മിലിറ്ററി പോലീസൊക്കെ ഓടി വരും. ചിലപ്പം ആരെങ്കിലും ഇങ്ങനെ അവിടെ ഉറങ്ങുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അവിടെ നിന്നെല്ലാം രക്ഷപ്പെട്ട് കർത്താവ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ പാസ്പോർട്ടുമായിട്ട് ഞാൻ ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്തു. ഒരു ദിവസം ഇങ്ങനെ ബാന്ദ്ര, വലിയ ബോംബെയിലെ വലിയ എല്ലായിടവും ഒന്നും അറിയത്തില്ല, ബാന്ദ്ര കടപ്പുറത്ത് കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വലിയൊരു 10,000 പേരിങ്ങനെ ലൈനായിട്ട് നിൽക്കുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു തോന്നല്, എന്തിനാണ് ഇവരിവിടെ നിൽക്കുന്നത് എന്നുള്ള ചെന്ന് അതിന്റെ മുമ്പിൽ ഒരു റൂമുണ്ട്. ആ റൂമിൽ തുറന്നു കിടക്കാണ് ആളുകൾ. ഇങ്ങനെ മലയാളികളുണ്ട്, മറ്റേ കേരള വടക്ക് ഇന്ത്യയിലുള്ള ഒത്തിരി പേര് ഇങ്ങനെ ഉണ്ട്, ലൈനായിട്ട് നിൽപ്പുണ്ട്. ഞാൻ കണ്ടു ചെന്ന് അവിടെ വരെ മുസ്ലിം ഒരു സഹോദരൻ, വടക്ക് നമ്മുടെ മലബാറുകാർ ഒരാള് അവിടെ നിൽപ്പുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചു, ഇക്ക എന്തോ ഇവിടെ നടക്കുന്നത്? ഇങ്ങനെ ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അകത്ത് ബഹറിൽ നിന്ന് ആളുകളെ സെലക്ട് ചെയ്യാൻ വന്ന ഒരു ഷേക്ക് അവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഞാനും ഈ മനുഷ്യനുമായിട്ടുള്ള സംഭാഷണം. അദ്ദേഹം പെട്ടെന്ന് തല ഉയർത്തിയിട്ട് പറഞ്ഞു, എന്ന് പറഞ്ഞ എനിക്ക് പിന്നെ മനസ്സിലായി ആ മനുഷ്യനെനിക്ക് പറഞ്ഞു വിടാനായിട്ട് ഈ മലബാറിലെ അദ്ദേഹത്തോട് പറഞ്ഞു, ആ കാക്കായോട് പറഞ്ഞു. ഞാൻ ഞാൻ ഇതുവരെ അറബികളെ അങ്ങനെ വല്ല ബോംബെ അവിടെ ഒക്കെ കണ്ടിട്ടേ ഉള്ളൂ. അകത്ത് ചെന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിനക്ക് എന്തറിയാമെന്ന് ചോദിച്ചു. എന്റെ പാസ്പോർട്ട് നിന്റെ മിഷനറി പാസ്പോർട്ടാ. ഞാൻ പറഞ്ഞു, എനിക്ക് പിന്നെ ബുക്ക് കീപ്പിംഗ് അറിയാം, അക്കൗണ്ടൻസി അറിയാം, ഞാൻ പഠിച്ചത് കോളേജിൽ പഠിച്ചതാണ്. നിനക്ക് ബ്ലൂ പ്രിന്റിന്റെ മിഷനൊക്കെ ഓപ്പറേറ്റ്? ഞാൻ പറഞ്ഞു, അറിയാം, ഒരു വിധത്തിൽ ചെറുതായിട്ടൊക്കെ അറിയാം. നീ നാളെ അടുത്ത 2 ആഴ്ചക്കകം എൻ്റെ കൂടെ ബഹറിന് വരാമോ? ഞാൻ പറഞ്ഞു, സാർ, ഐ ഡോണ്ട് ഹാവ് എനി മണി, ഐ ഡോണ്ട് ഹാവ് നത്തിങ്. ടിക്കറ്റിന് പോലും എൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ ഭാര്യയും ഒരു കുഞ്ഞും നാട്ടിലുണ്ട്, വളരെ ആഗ്രഹമുണ്ട്. ഞാൻ വളരെ നിരാശയോടെയാണ്. അതിന് നീ വിഷമിക്കേണ്ട, നിന്റെ ടിക്കറ്റും സകലതും ഞാൻ തന്നെ തരും. 2 ആഴ്ചക്കകം നിന്റെ റൂമിൽ വന്ന് ഈ മനുഷ്യൻ വന്ന് നിന്നെ പിക്ക് ചെയ്യും, നീ എൻ്റെ കൂടെ വന്നോണം, ഞാൻ അത് കഴിഞ്ഞ് പോകത്തുള്ളൂ പറഞ്ഞു. കാരണം ഈ മനുഷ്യൻ ബഹ്റൈനിൽ ഏകദേശം 5000 ആളുകളെ ലേബർ സപ്ലൈ ചെയ്യുകയാണ്. ജപ്പാനീസ് കമ്പനിക്ക്, ഒരു ജപ്പാൻ ഗ്യാസ് ലൈൻ കമ്പനിക്ക് വേണ്ടി സെലക്ട് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പ്രിന്റ് ഓപ്പറേറ്റർ അവർക്ക് ആദ്യമായിട്ട് വേണം. അത് പ്രിന്റ് ഓപ്പറേറ്ററിനും മറ്റുള്ള ഓഫീസ് വർക്കിലുള്ള ചിലരെ വേണം. സ്വർഗത്തിലെ ദൈവം ആ സ്ഥാനത്തേക്ക് ദൈവം എന്നെ അതിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ അവിടെ ചെന്നിട്ട് ഞാൻ വൈഫിന് ലെറ്റർ അയക്കുമ്പോഴാണ് 1 മാസം കഴിഞ്ഞാണ് അറിയുന്നത് ഞാൻ ബഹ്റിനിൽ എത്തിയെന്ന്. അവൾക്ക് തന്നെ അതിശയമായത്, എങ്ങനെ പോയി എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ മാത്രമല്ല, ഈ 5000 പേര് നല്ല ശതമാനവും വെളിയിൽ തീയത്ത്, ജബൽ സൈറ്റ് എന്ന് പറയും, വളരെ തീയത്ത് ആ ഗ്യാസ് ലൈൻ കമ്പനിയുടെ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ ജോലി ചെയ്യുമ്പോൾ എനിക്ക് മനോഹരമായ ഒരു AC ഉള്ള ഒരു ബിൽഡിങ്ങിനകത്ത് കോട്ടും ടൈയും കെട്ടി ആ പ്രിന്റിന്റെ മാനേജരായിട്ട് ജോലി ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ ആക്കി തീർത്തു. അങ്ങനെ ജോലി ചെയ്ത് തുടരുമ്പോൾ സ്വർഗത്തിൽ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതോ ചിന്തിച്ചതോ അറിയാത്തതോ ആയ കാര്യം ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിലെ പരിജ്ഞാനം നൽകി. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 78 രാജ്യങ്ങളിലെ ആളുകൾ
എൻ്റെ അടുക്കൽ എഞ്ചിനീയേഴ്സ് വരും ഇതിൻ്റെ കോപ്പികൾ വാങ്ങിക്കാനായിട്ട്, അവരുടെ ആ പ്രോജക്റ്റ് തീർക്കാനായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അവര് എന്നോട് ചോദിച്ചു, നിനക്ക് 2 ആളുകളെയും കൂടെ തരാം സഹായികളായിട്ട്. 2 സിലോണികൾ എനിക്ക് സഹായികളായിട്ട് വന്നു. അവരെ ഞാൻ പണി പഠിപ്പിച്ചു. അവരിങ്ങനെ മുൻപോട്ട് വരുമ്പോൾ ഒരു ഏകദേശം 7-8 മാസമായി കഴിഞ്ഞപ്പോൾ ഇവരെ എന്നെ കാല് വെച്ചു. എന്നോട് അവര് എന്ന് പറഞ്ഞു, ജോർജിനെ പറഞ്ഞു വിട്ടേനെ, ഞങ്ങൾ ഈ ജോലി ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്നെ ചെന്ന് പറഞ്ഞത് കാരണം അറബി പറഞ്ഞു, നിനക്ക് എൻ്റെ ജോലി തീർന്നു, നിനക്ക് പോകാം എന്ന് പറഞ്ഞു. ഞാൻ 7-8 മാസമായുള്ളൂ. എൻ്റെ ഭാര്യ അറിയിച്ചു, അവൾക്ക് വേദനയായി. ഞാൻ തിരിച്ചു പോയാൽ വളരെ എനിക്ക് ഭാരമുണ്ട്, ദൈവമേ എന്ന് ഞാൻ കരഞ്ഞ് നിലവിളിച്ച് അവൾ കണ്ണീരോടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ഷേഖിന്റെ ഓഫീസിൽ നിന്ന് ആള് വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ച് ടിക്കറ്റൊക്കെ തയ്യാറാക്കി എന്നെ തിരിച്ചു വിടാനായിരിക്കും. എന്നാൽ സ്വർഗത്തിലെ ദൈവം, അതാണ് എൻ്റെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ. അനേക അത്ഭുതങ്ങൾ ദൈവം എൻ്റെ ജീവിതത്തിൽ നടത്തിയിട്ടുണ്ട്. അവിടുത്തെ പിന്നെ ഏറ്റവും ഉയർന്ന ആള് അദ്ദേഹം മാമൻ എന്ന് പറയും, ഒരു പെന്തക്കോസ്തുകാരനാണ്. അദ്ദേഹം അറബിയുടെ ഏറ്റവും അടുത്ത ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. എന്നോട് ചോദിച്ചു, നീ ഒരു പാസ്റ്റർ അല്ലേ? ഞാനൊരു പെന്തക്കോസ്തുകാരനാ, നിന്നെ അങ്ങനെ തിരിച്ചുവിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മാമന് അദ്ദേഹം പറഞ്ഞു, ഞാൻ സന്തോഷിച്ചു. ദൈവമേ, സ്വർഗത്തിലെ ദൈവത്തിന്റെ കരുണ എത്രയോ വലുത്. ഞാൻ ഈ ഓഫീസുമായിട്ടൊന്നും വലിയ ബന്ധമില്ലായിരുന്നു. കാരണം ഞങ്ങളങ്ങ് ജബൽ സൈറ്റിൽ വനത്തിലെ ഒരു മരുഭൂമിയിലായിരുന്നു ഞങ്ങളുടെ ജോലിയെല്ലാം. അദ്ദേഹം പറഞ്ഞു, നിനക്ക് ഇവിടുത്തെ ജോലികളൊന്നും നിനക്ക് ഫിറ്റ് ആവത്തില്ല. ഞാൻ ഈ അറബിയുടെ നിനക്ക് ഒരു റിലീസ് വാങ്ങിത്തരാം. മാത്രമല്ല ഇവിടെ അറബി പറഞ്ഞാൽ മറ്റൊരു സ്ഥലത്ത് നിനക്ക് ജോലി തരുമെന്ന്. അപ്പൊ ഞാൻ എൻ്റെ ഹൃദയത്തിൽ, കർത്താവേ, ദൈവത്തിന്റെ പ്രവൃത്തി എത്രയോ വലുത്. ഞാൻ അങ്ങനെ അദ്ദേഹം എനിക്ക് റിലീസ് തന്നു. റമദ എന്ന് പറഞ്ഞ ഹോട്ടലിൽ ചെന്ന് അപ്പോൾ അവിടുത്തെ പിന്നെ പേഴ്സണൽ മാനേജർ, ഈ മാമനും പേഴ്സണൽ മാനേജർ, അദ്ദേഹം ഒരു ഈശോയാണ്, മലയാളിയാണ്. അദ്ദേഹം പറഞ്ഞു, ജോർജ് ഇവിടെ താഴ്ന്ന ജോലിയുള്ളൂ, വലിയ ജോലികളൊന്നും ഇല്ല. ഞാൻ പറഞ്ഞു, ഏത് കിട്ടിയാലും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാ ശരി, നിനക്ക് റൂം ക്ലീൻ ചെയ്യാൻ ചെയ്യാമോ എന്ന് ചോദിച്ചു. ഹോട്ടലിലെ റൂമ്, ബെഡൊക്കെ ഇരിക്കാനും പിരിക്കാനും ഒക്കെ. ഞാൻ പറഞ്ഞു, ചെയ്തോളാം, ഒരു കുഴപ്പമില്ല, ഞാൻ അത് ചെയ്തോളാം. അപ്പം അങ്ങനെ എന്നെ അവിടെ കൊണ്ടുവന്ന് ആ ജോലിയിലാക്കി. ഞാൻ വിസ ചേഞ്ച് ചെയ്തു, ഖത്തറിൽ പോയി വിസ ചേഞ്ച് ചെയ്തു വന്നു. ആ ജോലി 2ാമത്തെ ദിവസം, അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. 2ാമത്തെ ദിവസം ഞാൻ എനിക്ക് ബെഡ് തിരിക്കാൻ അറിയത്തില്ല, ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ അറിയത്തില്ല, ഒന്നുമില്ല. എങ്കിലും സന്തോഷത്തോടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 2ാമത്തെ ദിവസം എൻ്റെ ഹൃദയത്തിൽ തോന്നി ആ ബെഡ് ഒന്ന് പൊക്കി നോക്കണം. അങ്ങനെ ഞാൻ ആ ബെഡിൽ അവിടെ അന്ന് രാത്രി ഉറങ്ങിയിട്ട് പോയത് സൗദിക്കാരനായ ഒരു ഷെയ്ഖായിരുന്നു. ഷേഖ് അവര് എല്ലാ വ്യാഴാഴ്ച വൈകിട്ടും വരും. അവരൊക്കെ എൻജോയ് ചെയ്യാനുള്ള സ്ഥലമാണ് ബഹ്റൈൻ. അപ്പം അന്ന് മദ്യപിച്ച് ഗസ്റ്റുമായിട്ടൊക്കെ വന്ന് അവരവിടെ താമസിച്ചിട്ട് അടുത്ത ദിവസം മടങ്ങിപ്പോകും. അവർ മടങ്ങിപ്പോയ റൂമാണ് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാൾ സിഗാറൊക്കെ വലിച്ചതിന്റെ ഭയങ്കര സ്മെല്ലും ഉണ്ട്. അത് 2 സഹിച്ച് ഞാൻ ഈ ബെഡിങ്ങനെ പൊക്കി നോക്കുകയും ഞാൻ ഞെട്ടി പുറകോട്ടായി. കാരണമുണ്ട്, അതിനടിയിൽ സൗദി റിയാൽ കെട്ടുകണക്കിന് വാരി ഇട്ടിരിക്കുക. അപ്പോൾ എൻ്റെ ഹൃദയം പൊട്ടി. ഞാൻ പെട്ടെന്ന് എൻ്റെ വിറക്കുകയായിരുന്നു. ഞാൻ പെട്ടെന്ന് ഞങ്ങളുടെ പേഴ്സണൽ മാനേജരെയും സെക്യൂരിറ്റി എല്ലാവരെയും വിളിച്ചു. അവരെല്ലാം ഓടി വന്ന് എന്താണെന്ന് ചോദിച്ചു. ഞങ്ങളുടെ ഹൗസ് കീപ്പിംഗ് മാനേജരെയും വരുത്തി. ഞാൻ പറഞ്ഞു, ഇത്രയും കാശ് എന്നടി കാണുന്നു, നിങ്ങൾ തന്നെ എണ്ണി എൻ്റെ കൺമുമ്പിൽ ഇത് എണ്ണി തിട്ടപ്പെടുത്തി അവിടുത്തെ അലമാരി വെക്കാന്ന് പറഞ്ഞു. എണ്ണിട്ട് പറയണേ എനിക്ക് എത്ര ആയെന്നുള്ളത്, എല്ലാം കാണിക്കണമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഞാൻ അവിടെ നിന്ന് ഉടനെ അവർ പറഞ്ഞു, സാർ ജോർജിന് ജോലിക്ക് പോകണ്ട, ഇവിടെ നിൽക്ക്. പെട്ടെന്ന് ഫോൺ വന്നു. അയാൾ പകുതി വഴിയെ അയാളായിരുന്നു, ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവായിരുന്നു. അയാൾ വിളിച്ചു, ഇന്ന പോലെ എൻ്റെ ബെഡിനടിയിൽ കൊണ്ട് കുറെ കാശുണ്ട്, അത് നിങ്ങൾ ഈ ഹോട്ടലിന്റെ പാർട്ട്ണറും കൂടെ അയാൾ ഇന്ന പോലെ ഉണ്ട്, അതെടുത്ത് സൂക്ഷിച്ചു വയ്ക്കണം. അപ്പോൾ അതിലൊരാൾ പറഞ്ഞു, ഇന്ന പോലെ ഒരു AB ജോർജ് എന്നാണ് എന്നെ വിളിച്ചു. അയാൾ പൈസ കണ്ടിട്ടുണ്ട്, അതെടുത്ത് തരുന്നു, അയാൾ എണ്ണിക്കൊണ്ടിരിക്കുക ഒക്കെ. ഇനി അയാളോട് ആ ജോലി ചെയ്യണ്ട, ഞാൻ വന്നിട്ട് അയാളെ കാണട്ടെ, അയാളെ കണ്ടിട്ട് മാത്രം ജോലി ചെയ്താൽ മതി, അയാൾക്ക് ഞാൻ ചെലവ് കൊടുത്തോളാം. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച അദ്ദേഹം വന്നു എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നിന്റെ ഡീറ്റെയിൽസ്. ഞാൻ പറഞ്ഞു, എൻ്റെ ഭാര്യയും കുഞ്ഞും നാട്ടിലാണ്, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നത്തിലാണ്, ഞാൻ എന്നെ പോലെ പഠിച്ചു നോക്കുക.
നീ ഇനി ആ ജോലിയൊന്നും ചെയ്യണ്ട. എൻ്റെ റിസപ്ഷനിസ്റ്റായിട്ട് ടൈയും കോട്ടും കെട്ടിയാണ് നിൽക്കാൻ പറഞ്ഞു. സ്വർഗത്തിലെ ദൈവം അങ്ങനെ കുറച്ച് ദിവസം നിന്നു. എൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും വിസയും ടിക്കറ്റും അയാൾ തന്നെ ഒരുക്കി തന്നു. അതിനുശേഷം എൻ്റെ ബ്രദറിലെ എൻ്റെ വൈഫിൻ്റെ ആങ്ങളയ്ക്കും വിസ തന്നു. അവരെല്ലാം വന്നു. അങ്ങനെ ആവരിച്ചവർ ചെയ്യുമ്പോൾ എന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ വേറൊരു വലിയ ഒരു മറീന ക്ലബുണ്ട്. ആ മറീന ക്ലബിലേക്ക് എന്നെ അതിൻ്റെ ചുമതലയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പറഞ്ഞു വിട്ടു. അങ്ങനെ പറഞ്ഞു വിട്ട് അവിടെ ആയിരിക്കുമ്പോൾ ദൈവം, അത്ഭുതങ്ങളുടെ ദൈവം എന്ന് പറയട്ടെ, അവിടുത്തെ ചുമതലയൊക്കെ ആയിരിക്കുമ്പോൾ അവിടെ എന്നെ വളരെ വിശ്വസ്തനായിട്ട് അവരെണ്ണി. വലിയ ഷേഖ്മാർ ആളുകളൊക്കെ അവിടെ വരുന്നത് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ അംബാസഡർ തൊട്ട് സകല ഉയർന്ന ആളുകളും അവിടെ കളിക്കാൻ, അവിടെ ടെന്നീസ് കളിയുണ്ട്, സ്കോഷ് കളിയുണ്ട്, ജിംനേഷ്യം ഉണ്ട്, ജക്കൂസി ഉണ്ട്, സകലതുണ്ട്. അതിൻ്റെയൊക്കെ ചുമതലയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്, എല്ലാത്തിൻ്റെയും. അപ്പം ഞാൻ എന്ത് ചെയ്യും? വഴിയിലെല്ലാം ജോലിയില്ലാതെ നടക്കുന്ന നമ്മുടെ മലയാളികൾക്കൊക്കെ കണ്ടിട്ട് അവരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് ജോലി വിളിച്ചു കൊടുക്കും. അങ്ങനെ ജോലി വിളിച്ചു കൊടുത്തു. 17 പേരെ കർത്താവിലേക്ക് നടത്താൻ അവർ വന്ന് കുറച്ച് കഴിഞ്ഞ് അവർക്ക് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അവിടെ സ്വന്തം ദേശക്കാർ പോലും, ഒരു സഹോദരൻ പോലും ഇന്നും ഒരു ശാലോന്റെ മെമ്പറാണ്. അവരെല്ലാം ദൈവകൃപയിലേക്ക് വരാനിടയായി. അങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഞങ്ങൾക്കെല്ലാം ഷോക്കായതുപോലെ ഒരു സംഭവം നടക്കുന്നത്. ഞങ്ങളുടെ ലോക്കറുകളിൽ നിന്ന് പണവും പേഴ്സും കാര്യങ്ങളും അപ്രത്യക്ഷമാകുക. എനിക്കറിയാം സ്റ്റാഫുകളൊന്നും ആ സ്ഥാനത്തേക്ക് പോകാൻ വഴിയില്ല. അപ്പോൾ ഞാനിങ്ങനെ പോലീസിന്റെ ചോറുണ്ടവനാണല്ലോ ഞാൻ. പോലീസിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഞാൻ ചിന്തിച്ചു, ഇനി ഞാൻ ട്രാപ്പ് പിടിക്കുക തന്നെ, ആരായാലും എന്തായാലും. അങ്ങനെ ഞാൻ ഒരു ദിവസം ആ റിസപ്ഷനിൽ നിന്ന് തക്കതായ ഒരു കീ കൊടുത്തു. ആരാ ചെയ്യുന്നതെന്നറിയാമോ? അവിടുത്തെ വലിയ ഷേഖിന്റെ രാജാവിന്റെ ആ കുടുംബത്തിൽപ്പെട്ട 3-4 ചെറുപ്പക്കാർ പിള്ളേരാണ്. ഫെറാറിയും റോൾസ് റോയ്സും ഒക്കെയാണ് അവരുടെ കാറ്. അവർ വന്ന് ഈ ലോക്കറുകൾ തുറന്ന് അതിനുള്ള വില പിടിച്ച സാധനങ്ങൾ മോഷ്ടിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ഹോബി. അവർക്ക് വേണ്ടിയിട്ടല്ല, അവരുടെ ഹോബി അതായിരുന്നു. ഞാനത് കണ്ടുപിടിച്ചു. അവരെ പിടിച്ച് പോലീസിനടുത്ത് സെക്യൂരിറ്റിക്ക് കൊടുത്തു. അപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടെ എന്നെ വിളിച്ചപ്പോൾ ദൈവമൊക്കെ തന്നു. എൻ്റെ ഉള്ളിൽ തീപ്പൊരിയ. കാരണം ഇവര് തോക്കുമായിട്ട് ഇവരൊക്കെ നടക്കുന്ന ഈ ഷേഖിന്റെ മക്കള് ഏത് സമയത്തും എൻ്റെ ജീവിതം അവർ തട്ടും. ഞാൻ ജോലി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ എൻ്റെ കുടുംബം എവിടെ താമസിക്കുന്നതൊക്കെ ഇവർക്ക് ഈസിയായിട്ട് കണ്ടുപിടിക്കാം. അവിടുത്തെ രാജാവിൻ്റെ ഒരു തലമുറയിൽപ്പെട്ട മക്കളാണ്. ഞാൻ വളരെ ഭാരപ്പെട്ട് കരഞ്ഞു. എന്തായാലും എൻ്റെ ഭാര്യ പെട്ടെന്ന് അമേരിക്കയിലെ അവളുടെ ഫസ്റ്റ് കസിനാണല്ലോ, അവരെ അറിയിച്ചു ഇന്ന പോലെ ഒരു പ്രശ്നത്തിലാണ് ഞങ്ങൾ പോകുന്നത്. എന്തോ അറിയത്തില്ല, അവർക്ക് എനിക്കൊരു പേപ്പർ അയച്ചു തന്നു, വിസയുടെ പേപ്പർ അയച്ചു തന്നു. അതൊക്കെ ദൈവത്തിന്റെ കാര്യം. ഞാൻ ഇങ്ങനെ റിസപ്ഷനിൽ ആ പേപ്പറുമായിട്ട് ഇങ്ങനെ ഇരുന്ന് വേദോസ്തവം വായിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അമേരിക്കൻ അംബാസഡർ എൻ്റെ മുമ്പിൽ കൂടി ഇങ്ങനെ നടന്നു വന്നു. അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, ജോർജ് വാട്ടാപ്പ്, എന്താ നിനക്ക് എന്തോ പറ്റി? നീ എന്താ വിഷാദിച്ചിരിക്കുന്നത്, എന്താ ഭാരപ്പെട്ടിരിക്കുന്നത് എന്ന് എന്നോട് യോസഫിനോട് ചോദിച്ച പോലുള്ള ചോദ്യമായിരുന്നു. ഞാൻ പറഞ്ഞു, സാറേ എനിക്കൊരു വിസ പേപ്പർ വന്നിട്ടുണ്ട്, അവിടെ വിസിറ്റിംഗ് വിസ. ആയിക്കോട്ടെ, അതിനെന്താ? അദ്ദേഹം വാങ്ങിച്ചിട്ട് പറഞ്ഞു, നീ നാളെ രാവിലെ നിന്റെ പാസ്പോർട്ട് $25 കൂടെ അങ്ങ് വന്നേക്കാൻ പറഞ്ഞു എംബസിയിലേക്ക്. ഞാൻ അവിടെ വെളിയിൽ പോലീസിനോട് അവിടുത്തെ മിലിറ്ററിയോട് പറഞ്ഞോളാം. അങ്ങനെ എൻ്റെ വൈഫ് അന്ന് ഉപവാസത്തിലിരിക്കുക. അപ്പോൾ ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. അനേകർക്ക് റിജക്റ്റ് ചെയ്തൊരു സ്ഥലമാണ് ബഹ്റൈൻ എംബസി. എന്നാൽ ചെന്നപ്പോൾ അവിടുത്തെ സെക്രട്ടറി എന്നോട് പറഞ്ഞു, യു ആർ ലക്കി, യു ഗോട്ട് 10 years വിസ എന്ന് പറഞ്ഞാൽ 10 വർഷം റീ എൻട്രി വിസ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ വിസ അടുത്ത് വീട്ടിൽ വന്നു. ആ കമ്പനി തന്നെ എനിക്ക് അമേരിക്കയ്ക്ക് പോകാൻ ടിക്കറ്റ് തന്നു, ഫ്രീ ആയിട്ട് അവർ തന്നു. അതുകൊണ്ട് ഞാൻ അമേരിക്കയ്ക്ക് വന്നു. അവിടെയാണ് മറ്റൊരു വലിയ ഒരു അത്ഭുതം നടക്കുന്നത്. എൻ്റെ ഭാര്യയോടും കുഞ്ഞുങ്ങളോടും പറഞ്ഞു, രണ്ടാമത്തെ കുഞ്ഞ് എനിക്ക് അവിടെ ഉണ്ടായി. 2 പെൺകുഞ്ഞുങ്ങൾ അവിടെ ജനിച്ച രണ്ടാമത്തത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ നാട്ടിൽ പോയിക്കോ, കാരണം നിങ്ങൾ വിസ നാട്ടിൽ പോയിക്കോ, ഞാൻ അമേരിക്കയിൽ തന്നെ തുടരാൻ ചിലപ്പോൾ എനിക്ക് സാധിക്കുമെന്ന് പറഞ്ഞു. ഒരു ചർച്ച എന്നെ സ്പോൺസർ ചെയ്തോളാന്ന് പറഞ്ഞു. അങ്ങനെ ചർച്ച സ്പോൺസർ ചെയ്യാനായിട്ടൊക്കെ അവർ ശരിയാക്കിക്കൊണ്ടിരിക്കും. ഞാൻ ഇവർ നാട്ടിൽ പോയി. എൻ്റെ മോള് 2 വൈഫും കുഞ്ഞുങ്ങളും. ഞാൻ
ഇങ്ങനെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ആ പേപ്പർ സബ്മിറ്റ് ചെയ്ത് ആ ഇമിഗ്രേഷൻ ഓഫീസർ പേപ്പർ എടുത്ത് നോക്കി അയാൾക്കൊരു ചെറിയ പാളിച്ച പറ്റി, തെറ്റുപറ്റി. അതിൽ എനിക്ക് I-91 എന്ന് പറഞ്ഞ പേപ്പറിന്റെ പുറകില് എനിക്ക് അവിടെ ജോലിയും കൂടെ ചെയ്യാവുന്ന ഒരു ഓപ്ഷനും കൂടി ഇട്ടിരുന്നു. എന്നാൽ അയാൾ അത് ശ്രദ്ധിച്ചില്ല. അയാൾ തെറ്റുപറ്റിയത് കൊണ്ട് അയാൾ എന്നോട് പറഞ്ഞു, നീ ഇല്ലീഗലായിട്ട് എവിടെ നിൽക്കുന്നത്, നിന്നെ അടുത്ത മാസം തന്നെ കയറ്റി വിടുമെന്ന് പറഞ്ഞു ഈ മനുഷ്യൻ. എന്നാൽ തിരിച്ച് ഉടനെ തന്നെ അയാൾ വേറെ എന്നെ സബ്മിറ്റ് ചെയ്തൊരു അയാളെ അറിയിച്ചു, ഇന്ന പോലെ ഒരു ഓപ്ഷൻ അതിനകത്തുണ്ട്. അത് അയാൾ നോക്കിയപ്പോൾ ഉടനെ തന്നെ അയാൾ എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ജോർജ് യു കം ബാക്ക്, നിന്നെ എളുപ്പം വരാൻ പറഞ്ഞു. അങ്ങനെ ചെന്ന് അദ്ദേഹം പറഞ്ഞു, എനിക്ക് തെറ്റുപറ്റിയ, സോറി, നിന്റെ ഭാര്യയും കുഞ്ഞുങ്ങൾക്കുമുള്ള വിസ ഞാൻ ഉടനെ തന്നെ തയ്യാറാക്കാം, നിനക്ക് ഗ്രീൻ കാർഡ് ഞാൻ തയ്യാറാക്കി കഴിഞ്ഞു, എന്നോട് ക്ഷമിക്കുക. അങ്ങനെ ഒരു ഇമിഗ്രേഷൻ ഓഫീസറും പറഞ്ഞിട്ടില്ല. സ്വർഗത്തിലെ ദൈവം അവർക്ക് വേണ്ടി ഇത് വളരെ പെട്ടെന്ന് തന്നെ വിസയ്ക്ക് 2 വർഷത്തിനകം അവർ വന്നു. ഞാൻ അവിടെ തുടർന്നു. ദൈവം എന്നെ അത്ഭുതമായി നടത്തിക്കൊണ്ടിരുന്നു. എന്നാൽ ഞാൻ ഞങ്ങൾ രണ്ടുപേരും അവിടുത്തെ ഒരു ചെറിയ ജോലിയിൽ രണ്ടുപേരും തുടർന്ന് ഇങ്ങനെ വന്ന് ഞാൻ പെട്ടെന്ന് ജോലി റിട്ടയർ ചെയ്ത് എൻ്റെ കാലിന് അല്പം പ്രയാസമായി ഞാൻ റിട്ടയർ വാങ്ങിച്ച് കർത്താവിൻ്റെ വേലയ്ക്കായി എല്ലാ വർഷവും 4 മാസം 5 മാസം ഇങ്ങനെ പോകും. തയ്യൽ സെന്ററും അതുപോലെ ടൈലറിംഗ് സ്കൂളും. നമ്മുടെ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ അരോമ TV-യിൽ വന്ന ജയശ്രീ എന്ന് പറഞ്ഞ സഹോദരിയൊക്കെ എൻ്റെ അവിടുത്തെ ബയോ സ്കൂളിൽ പഠിച്ചതാണ്. ഓസ്ട്രേലിയയിലെ ഡോക്ടറാ പുള്ളിക്കാരി. ഭാഷ ഓർക്കുന്നുണ്ടെന്ന് അറിയത്തില്ല. അപ്പോൾ അവിടെ വെച്ച് അങ്ങനെ ഞാൻ ദൈവം അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാട്ടിൽ പോയി വരികയൊക്കെ ചെയ്തു. അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. ഞങ്ങൾ എല്ലാ വർഷവും 4 മാസം നാട്ടിലേക്ക് പോകും, കർത്താവിൻ്റെ വേല ചെയ്തിട്ട് വരും. അങ്ങനെ 10 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കുവൈറ്റ് എയർവേസിൽ നാട്ടിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് കുവൈറ്റിൽ നിന്ന് തിരിച്ച് നാട്ടിലെ ഒരു അല്പസമയത്തിനകം എൻ്റെ ശ്വാസം എന്നിൽ നിന്ന് അവസാനിച്ചു, തീർന്നെന്ന് തോന്നി, മരിച്ചു എന്നുള്ള അവസ്ഥയിലേക്ക് മാറി. നോക്കിയപ്പോൾ പൾസ് ഇല്ല, ശ്വാസം വിടുന്നില്ല, ജീവനില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറ്റി. എൻ്റെ കർത്താവിൻ്റെ ദാസി വളരെ വേദന. അപ്പോൾ അവിടുത്തെ എയർ ഹോസ്റ്റസിനോട് ചോദിച്ചു, ഇവിടെ ഡോക്ടർ ഉണ്ടോ, നേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞങ്ങളുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, ആരും ഇല്ലെന്ന് പറഞ്ഞു. അവൾ നിലവിളിച്ചുകൊണ്ട് എൻ്റെ ദേഹത്തോട്ട് കൈവച്ചിട്ട് പറഞ്ഞു, കർത്താവേ, ഈ ജീവിതം അങ്ങേക്ക് വേണ്ടിയുള്ളതാ. ഈ ജീവൻ ഇവിടെ പ്ലെയിനിൽ വെച്ച് അവസാനിക്കാൻ സ്വർഗമേ സമ്മതിക്കരുതേ. ഞങ്ങൾ കർത്താവിൻ്റെ അവിടുത്തെ വേലയ്ക്കായിട്ട് പോകുക. ജീവൻ ഇല്ലാത്തവരായി ഞങ്ങൾക്ക് ഇന്ത്യയിൽ ചെന്നിറങ്ങുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ എന്ന് പറഞ്ഞ് അവൾ നിലവിളിച്ചത് സ്വർഗം 18 മിനിറ്റുകൾക്കകം എൻ്റെ ജീവൻ മടക്കി തന്നു. അവർ എയർ ഹോസ്റ്റസും പൈലറ്റും എല്ലാം ഓടി വന്നിട്ട് ഓക്സിജനൊക്കെ എടുത്ത് മാറ്റിയിട്ട് എന്നെ കൊണ്ടുപോയി VIP ട്രീറ്റ്മെന്റ് തന്നു. ഫസ്റ്റ് ക്ലാസ്സിൽ കൊണ്ടുവന്ന് എന്നെ കിടത്തി. അവിടെ എന്നെ തുടർന്നുള്ള യാത്ര ഫസ്റ്റ് ക്ലാസ്സിലായിരുന്നു. സ്വർഗത്തിലെ ദൈവം അവിടെയും എൻ്റെ മരണത്തിൽ നിന്ന് എന്നെ വിടുവിച്ചു. മാത്രമല്ല, അതുപോലെ ഒരു പ്രാവശ്യം ഞങ്ങൾ യാത്ര ചെയ്ത് ബോംബെയിലൊക്കെ യാത്ര ചെയ്ത് തിരിച്ചുകൂടെ വരുമ്പോൾ എൻ്റെ ശരീരത്തൊരു വലിയ ഒരു പരു പോലെ വന്ന് പഴുത്തിട്ട് ഞാൻ വളരെ പ്രയാസത്തിലായി. 50 ദിവസം അബോധാവസ്ഥയിൽ ഇവിടുത്തെ ആശുപത്രികളിൽ മരിച്ചു എന്ന് പറഞ്ഞ് മല്ലടിച്ച് കിടക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ ദാസി അവിടെയും എനിക്ക് വേണ്ടി മല്ലടിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ ദാസനെ ഈ മരണക്കിടക്കയിൽ നിന്ന് വിടുവിക്കണമെന്ന് പറഞ്ഞു. എല്ലാ ദേശത്ത് ചുറ്റുപാടുള്ള എല്ലാ നമ്മുടെ പാസ്റ്റർമാരും വിശ്വാസികളും കടന്നു വന്ന് എനിക്ക് വേണ്ടി കിടക്കയിൽ ചുറ്റും നിന്ന് പ്രാർത്ഥിച്ചു. സ്വർഗത്തിലെ ദൈവം എന്നെ പൂർണ്ണമായി സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ ഇന്നും എന്നെ നടത്തുന്നു. ഇതാണ് ദൈവത്തിന്റെ കരം എൻ്റെ ജീവിതത്തിൽ നൽകുന്നത്. ഞങ്ങൾ എല്ലാ വർഷവും കർത്താവിൻ്റെ വേലയ്ക്കായി ഒന്നുമില്ലെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുന്ന നന്മകൾ കൊണ്ട് ഞങ്ങൾ കടന്നുപോയി കർത്താവിൻ്റെ വേല ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസി ദേശത്തെ ഞങ്ങളുടെ സ്വന്തം, ഏത് ദേശത്ത് നിന്ന് ഇറക്കി വിട്ടു ആ ദേശത്ത് തന്നെ അനേക പെൺകുഞ്ഞുങ്ങളെ തയ്യൽ സെന്റർ പോലെ പഠിപ്പിച്ച് അവർക്ക് അർഹിക്കപ്പെട്ടവർക്കൊക്കെയും തയ്യൽ മെഷീനൊക്കെയും വാങ്ങിക്കൊടുത്ത് അവരെ വിടുവാനും കർണാടകത്തിലും തയ്യൽ സെന്റർ ആരംഭിക്കുവാനൊക്കെയും സ്വർഗത്തിലെ ദൈവം എളിയവന് ഒരു കഴിവില്ലാതെ എന്നെ, യാതൊരു അറിവുമില്ലാതിരുന്ന എന്നെ, യോഗ്യതയില്ലായിരുന്ന എന്നെ കർത്താവ് നടത്തി. അതാണ് എൻ്റെ ജീവിതത്തിന്റെ സാക്ഷ്യം. എൻ്റെ സഹോദരങ്ങളെല്ലാം ഉയർന്ന
DSPക്ക് പറയുവാനുണ്ട്, എൻ്റെ സെക്രട്ടറി, അവരെല്ലാവർക്കും അതിശയമാണ്. എന്നാൽ എനിക്ക് പറയാനുള്ളത്, എൻ്റെ സ്വർഗത്തിലെ ദൈവമാണ് എന്നെ ഇത്രത്തോളം കൊണ്ടത്. എൻ്റെ കഴിവല്ല, എനിക്ക് യാതൊരു കഴിവുമില്ല. ഇതുവരെ ഈ ദൈവം എന്നെ നടത്തുന്നു. ആ നല്ല ദൈവത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ അരോമ TV എനിക്ക് ഇങ്ങനെ ഒരു അവസരം എങ്കിലും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും എന്നെ ഇതിനു വേണ്ടി എന്നെ ക്ഷണിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. വീണ്ടും ഞങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്കായി ഈ വർഷത്തിൻ്റെ ഒടുവിൽ യാത്ര ചെയ്യും. അതിനായി ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആമേൻ. വളരെ അനുഗ്രഹീതമായ ജീവിതത്തിലെ നല്ല അനുഭവങ്ങളുടെ ഓർമ്മക്കുറിപ്പുകൾ അരോമ TVയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവിന്റെ ദാസൻ പ്രിയ ജോർജ് അങ്കിളിനെ ദൈവം കൃപ ചെയ്തു സഹായിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തില് മറക്കാനാകാത്ത ഒത്തിരി നല്ല നല്ല ഓർമ്മകൾ പങ്കുവയ്ക്കുവാൻ ദൈവം സഹായിച്ചു. ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, ഒരു പോലീസ് ഇൻസ്പെക്ടറുടെ മകനായിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു എങ്കിലും ഇന്ന് ദൈവത്തിന്റെ മകനായി കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവം എടുത്ത ആ പ്രത്യേക അവസ്ഥകൾ, അനുഭവങ്ങൾ, ഒത്തിരി അനുഭവങ്ങൾ കേൾക്കുവാൻ കഴിഞ്ഞു. മാതാപിതാക്കന്മാര് വളരെ വിദ്യാസമ്പന്നരാണ്. പോലീസിന്റെ മകൻ അല്ലെങ്കിൽ ഒരു അധ്യാപികയുടെ മകൻ ആ നിലയിലേക്കാണ് ഈ ഭൂമിയിലേക്ക് വന്നതെങ്കിലും വീട്ടിലെ ആ ഒരു പ്രത്യേക ഓരോ വിധത്തിലുള്ളതായ സമ്മർദ്ദങ്ങള്, അവിടുത്തെ ചില ചിട്ടകള്, അച്ചടക്ക നടപടികള് അംഗീകരിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ വീട്ടിൽ നിന്ന് 25ഓളം പ്രാവശ്യം ഒളിച്ചോടിപ്പോകുന്ന ചില അനുഭവങ്ങൾ ഞാൻ ഓർക്കുകയായിരുന്നു. ഒരു ഘട്ടത്തില് യാക്കോബ് വീട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോയ ആ ഒരു അനുഭവം പോലെ. പക്ഷെങ്കിൽ പിന്നത്തേതില് ദൈവത്തിന്റെ വിളി യാക്കോബിന്റെ മേലുണ്ടായിരുന്നു. ദൈവത്തിന്റെ പ്രത്യേക തിരഞ്ഞെടുപ്പും നിയോഗവും യാക്കോബിന്റെ മേലുണ്ടായിരുന്നു. ഒരു സന്ദർഭത്തിൽ ഭവനത്തിൽ നിന്ന് തന്റെ സഹോദരന്റെ മുൻപിൽ നിന്ന് ഒളിച്ചോടിപ്പോയതുപോലെ ഉള്ള ഒരു അനുഭവം അങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായി. എന്നാൽ പിന്നത്തേതിൽ യാക്കോബ് മടങ്ങി വരുന്നു. പിന്നത്തേതിൽ യാക്കോബിന്റെ ജീവിതവും യാക്കോബിന്റെ തലമുറകളും ഒക്കെ ദൈവത്തിന്റെ പ്രത്യേക തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമായി ദൈവം അവരെ അനുഗ്രഹിച്ച് നിയോഗിക്കുന്നതായി കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. പ്രിയ ജോർജ് അങ്കിളുടെ ജീവിതത്തിലും ദൈവത്തിന്റെ പ്രത്യേക വിളിയും തിരഞ്ഞെടുപ്പും പദ്ധതിയും ഉണ്ടായിരുന്നു എന്നാണ് ഈ വാക്കുകളിലൂടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. ഒരു ഘട്ടത്തിൽ ഭവനത്തിൽ നിന്ന് അപ്പന്റെയോ അമ്മയുടെയോ സഹോദരങ്ങളുടെയോ മുൻപിൽ നിൽക്കുവാൻ കഴിയാതെ ഒളിച്ചോടിപ്പോകുന്ന അനുഭവമായിരുന്നുവെങ്കിൽ ഇന്ന് അവരുടെയൊക്കെ മുൻപിൽ അഭിമാനത്തോടുകൂടി കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. ഒരുപാട് പേർക്ക് അത്താണിയായി തീരുവാൻ, ആശ്വാസമായി തീരുവാൻ കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ദൈവം ഉപയോഗിച്ചു എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവ് സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും തന്ന് പിന്നെയും കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ഈ സാക്ഷ്യം ഒരുപാട് പ്രിയപ്പെട്ടവർക്ക് വലിയ ധൈര്യമായി, ഉത്സാഹമായി പ്രചോദനമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കർത്താവ് പ്രിയ ജോർജ് അങ്കിളിനെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അരോമ TVയുടെ ഓരോ പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം വലിയ അനുഗ്രഹമായി തീർന്നെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ആമേനെ, നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലുള്ള സന്ദർഭങ്ങൾ ഒരു പക്ഷെങ്കിൽ ആമേനെ കടന്നു വന്നിട്ടുണ്ടാവാം. എന്നാൽ ആ സന്ദർഭങ്ങളിലൊക്കെ എങ്ങനെയാണ് ഒരു തീരുമാനം നിങ്ങൾ എടുത്തത്? ആമേൻ, നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ് ആമേൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളാക്കി മാറ്റുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ ദൈവഹിതപ്രകാരമായിരിക്കട്ടെ, ദൈവ കൽപ്പനകളെ അനുസരിക്കുവാൻ ദൈവവചനപ്രകാരമായിരിക്കട്ടെ, അത് ദൈവത്തിന് പ്രസാദകരമായി തീരട്ടെ. ആമേൻ. നമ്മൾ എവിടെയായിരുന്നാലും, ഏത് രാജ്യത്തായിരുന്നാലും, ഏത് സാഹചര്യത്തിലായിരുന്നാലും ദൈവത്തിന് പ്രയോജനപ്പെടണമെന്നുള്ളതായ ആ ഒരു ഉൾവിളി, ഒരു ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആമേന് നിങ്ങളുടെ ഈ ആയുസ് ഇനിയും നിങ്ങൾക്ക് അവസരമുണ്ട്, നഷ്ടമായിട്ടില്ല. നിങ്ങൾ അതിനുവേണ്ടി കർത്താവേ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു, എന്നെ അങ്ങ് ഉപയോഗിക്കണമേ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പ്രാർത്ഥിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലും പ്രിയ ജോർജ് അങ്കിളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച ദൈവം നിങ്ങളെയും സഹായിക്കുവാൻ ശക്തനാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കൂ, ഹൃദയങ്ങളെ ആഗ്രഹമാക്കൂ. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അരോമ TVയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പ്രിയ ജോർജ് അങ്കിൾ ഒരു നിമിഷം പ്രാർത്ഥിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ നല്ല ദൈവമേ,
ഈ അരോമാ ടിവിയിൽ കൂടെ വൈകിയ സമയം ഒരുമിച്ച് തിരുപാദപീഠത്തിൽ ആയിരിക്കാൻ കൃപചിനായി സ്തോത്രം. ലോകത്തെമ്പാടും ഉള്ള ദൈവജനത്തിനായി സ്തോത്രം. ഈ ടിവിയിൽ കൂടെ അനേകർക്ക് കർത്താവ് കേൾക്കത്തക്കവണ്ണം എളിയവനെ സാക്ഷ്യം പ്രസ്താവിപ്പാൻ ദാസനെ കർത്താവെ എളിയവന് വേണ്ടി ഇങ്ങനെ ഒരുക്കിയ നല്ല സന്ദർഭത്തിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളെ കേൾക്കുന്ന അനേകര് പലവിധ പ്രയാസത്തിലും പ്രതികൂലത്തിലും വേദനയിലും ഭാരത്തിലും കടന്നു പോകുന്നവരുണ്ട്. കർത്താവിനെ അറിയാതെ ജീവിതം തകർന്നു പോയവരുണ്ട്, നിരാശപ്പെട്ടവരുണ്ട്, ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനമെടുത്തവരുണ്ട്. കർത്താവെ, എന്നാൽ കേൾക്കപ്പെട്ട നല്ല ദൈവശബ്ദം, ദൈവവചനം, ഈ സാക്ഷ്യം അനേകരുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വരുത്തുവാൻ അനേകരെ ദൈവകൃപയിലേക്ക് കൊണ്ടുവരുവാൻ അവിടുന്ന് കൃപ ചെയ്യണം. വചനം കർത്താവ് സാക്ഷ്യം പറയുവാനുള്ള ഇവനെ ബലപ്പെടുത്തി ഇതൊക്കെയും പകർത്തുവാൻ ദാസനെ അവിടുന്ന് സഹായിച്ചു. കേൾക്കുന്ന ഒരാളും നഷ്ടപ്പെട്ടു പോകുവാനിടയാക്കരുത്. ക്രിസ്തുവിലേക്ക് കടന്നു വരുന്നവരായി തീരുവാൻ, യേശുവിനെ രക്ഷിതാവായി കണ്ടെത്തുവാൻ, ജീവിതത്തിൽ രക്ഷകനെ കാണുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളുടെ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അതിവിനയമായി അപേക്ഷിക്കുന്നു. കൃപ കേൾക്കണമേ. ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, നല്ല ഓർമ്മക്കുറിപ്പുകളും പങ്കുവയ്ക്കുന്ന അരോമാ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം വേർതിരിച്ച പ്രിയ ജോർജ് വർഗീസ് അംഗങ്ങളുള്ളതായ നന്ദി, സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ശക്തമായി വീണ്ടും ഉപയോഗിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി, സ്നേഹം ഞങ്ങൾ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെട്ട് ദൈവനാമം മഹിമപ്പെടുവാനിടയായി തീരും. മാത്രമല്ല, അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു വീഡിയോ നമുക്ക് കാണുമ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കുമാറാട്ടെ. എല്ലാവർക്കും അടുത്ത അനുഗ്രഹിക്കപ്പെട്ട വീഡിയോയുമായി വീണ്ടും കാണുമ്പോൾ ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com